ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. നമുക്ക് 1 ദിനവൃത്താന്ത 23-ാം അധ്യായം എടുക്കാം. ഒന്നുകൂടെ കേട്ടൊന്ന് വായിക്കാം. 23 അല്ല 22-ാം അധ്യായം. സോറി, 1 ദിനവൃത്താന്ത 22-ാം അധ്യായം. ഇത് യഹോവയായ ദൈവത്തിന്റെ ആലയം, ഇത് ഇസ്രായേലിന് ഹോമപീഠം എന്ന് ദാവീദ് പറഞ്ഞു. അനന്തരം ദാവീദ് ഇസ്രായേൽ ദേശത്തിലെ അന്യജാതിക്കാരെ കൂട്ടിവരുത്തുവാൻ കൽപ്പിച്ചു. ദൈവത്തിന്റെ ആലയം പണിവാൻ ചതുരക്കല്ല് ചെത്തേണ്ടതിന് അവൻ പണിക്കാരെ നിയമിച്ചു. ദാവീദ് പടിവാതിൽ കതകുകളുടെ ആണികൾക്കായിട്ടും കൊളുത്തുകൾക്കായിട്ടും വളരെ ഇരുമ്പും തൂക്കമില്ലാത്ത വളരെ താമ്രവും അനവധി ദേവദാരുവും ഒരുക്കി വെച്ചു. സിദോന്യരും സോര്യരും അനവധി ദേവദാരു ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്റെ മകൻ ശലോം മോൻ ചെറുപ്പവും ഇളംപ്രായമുള്ളവനാകുന്നു. യഹോവയ്ക്ക് പണിയേണ്ടുന്ന ആലയമോ കീർത്തിയും ശോഭയും കൊണ്ട് സർവദേശങ്ങൾക്കും അതിമഹത്വമുള്ളതായിരിക്കണം. ആകയാൽ ഞാൻ അതിന് തക്കവണ്ണം വട്ടം കൂട്ടും എന്ന് ദാവീദ് പറഞ്ഞു. അങ്ങനെ ദാവീദ് തന്റെ മരണത്തിന് മുമ്പേ ധാരാളം വട്ടം കൂട്ടി. മതി സിസ്റ്റർ, മതി. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ദാവീദ് രാജാവിന് ദൈവത്തിന്റെ ആലയം പണിയണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ദാവീദ് അത് പണിയാൻ തുടങ്ങിയപ്പം ആരംഭിക്കണമെന്ന് വിചാരിച്ച ദൈവം ഇടപെട്ട് പറഞ്ഞു, നീ അത് പണിയണ്ട, നീ അനേകം രക്തം ചുരിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്റെ മകനെ കൊണ്ട് അത് പണിയിക്കും, അവന്റെ കാലത്ത് ഞാൻ സ്വസ്ഥത കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ശലോമോനെ കൊണ്ട് ആലയം പണിയിക്കാന്ന് ദൈവം പറഞ്ഞു. പക്ഷെ എന്നാൽ ദാവീദിന് എന്നാ ശലോമോനെ കൊണ്ട് പണിയിച്ചോളൂ എന്ന് വെച്ചാൽ അടങ്ങിയിരിക്കാമായിരുന്നു. പക്ഷെ ദാവീദ് അങ്ങനെ അടങ്ങിയിരിക്കുന്നില്ല. ദാവീദ് ആലയം പണിക്ക് വേണ്ട സകലതും സ്വരുക്കൂട്ടി വെക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം പണിയാൻ മാത്രം പറ്റുന്നില്ല, പക്ഷെ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആലയമാണ് പണിയേണ്ടതെന്ന്, ഹല്ലേലൂയ, സർവശക്തനായ ദൈവത്തിന്റെ ആലയമാണ് പണിയേണ്ടതെന്ന് ദാവീദിനൊരു ഓർമ്മയുണ്ടായത്. കാരണം ദാവീദിന് അറിയാൻ ആ ദൈവം എത്രത്തോളം വലിയവനാണ്. അതുകൊണ്ട് അവിടെ മകൻ ചെറുപ്പമായത് കൊണ്ടൊക്കെ ആയതുകൊണ്ട് എന്റെ 4-ാം വാക്യം പറയുന്നു, ആമേൻ, എന്റെ മകൻ ശലോമോൻ ചെറുപ്പവും ഇളം പ്രായമുള്ളവനാകുന്നു. യഹോവയ്ക്കായി പണിയേണ്ടുന്ന ആലയമോ കീർത്തിയും ശോഭയും കൊണ്ട് സർവ്വദേശങ്ങൾക്ക് അതിമഹത്വമുള്ളതായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ കീർത്തിയും ശോഭയും കൊണ്ട് അതിമഹത്വമുള്ളതായിരിക്കണം എന്ന് പറഞ്ഞ് സ്വർണവും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കല്ലും എല്ലാം കല്ലൊക്കെ ചെത്തി ഒരുക്കിച്ച് അങ്ങനെ സകലതും ദാവീദ് തന്നെ സ്വരുക്കൂട്ടി വെക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്ന ശലോമോൻ ആലയം പണിയുന്ന, ആലയത്തിന് ഹൽവ അർപ്പിക്കുന്നതും ആലയത്തിന്റെ മഹിമ എത്രത്തോളം വലുതെന്നൊക്കെ വർണ്ണിക്കുന്നത് എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഇവിടെയൊക്കെ ഈ പണിഞ്ഞ ആലയം അത് എത്ര വലിയ ആലയമായിരുന്നെങ്കിലും, എത്ര മഹത്തായ ആലയമായിരുന്നെങ്കിലും അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പോകുമെന്ന് യേശു കർത്താവ് ഒരിക്കൽ പറയുന്നുണ്ട്. അതുപോലെ സംഭവിക്കും. യേശു കർത്താവ് അവിടെ യേശു കർത്താവിനെ ഈ ആലയം കാണിച്ച് 40 വർഷം കൊണ്ട് പണിഞ്ഞ ആലയമാണെന്നൊക്കെ പറഞ്ഞ് ഇവര് ഇത് കാട്ടി കൊടുക്കുന്ന സമയത്ത് ഈ കർത്താവ് അവരോട് പറഞ്ഞ് തിരിച്ചു പറയും, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല എന്ന് പറയും. കാരണം എത്ര വർഷങ്ങളെടുത്ത് പണിഞ്ഞതാണെങ്കിലും, എത്ര മഹത്തായി പണിഞ്ഞതാണെങ്കിലും, എത്ര സ്പെൻഡ് ചെയ്ത് പണിഞ്ഞതാണെങ്കിലും അതിനൊന്നും ഒരു ഗ്യാരണ്ടിയും ഇല്ല. പക്ഷേ യേശു കർത്താവ് സുവിശേഷത്തിൽ മത്തായിയോട് നമ്മുടെ എന്താ പറയുക പത്രോസിനോട് പറയുന്നുണ്ട്, ആമേൻ, ഹല്ലേലൂയ, ആ വാക്യം എവിടെയാ? നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കുകയില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അതായത് മത്തായി 16-ാം അധ്യായം 18-ാം വാക്യം. ആമേ, വായിച്ചു. നീ ജീവനുള്ള ദൈവത്തിന് പുത്രനെ ക്രിസ്തു എന്ന് ഉത്തരം പറയുന്നു. യേശു അവനോട്, ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗ്ഗസ്ഥനായ പിതാവ് അത്രേ എനിക്ക് നിനക്ക് വെളിപ്പെടുത്തി. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരം ജയിക്കില്ലെന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഹല്ലേലൂയ. ഇവിടെ പലരും പറയുന്നത് പത്രോസിന്റെ മേൽ പാറ പണിയെന്ന്, സഭ പണിയെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞില്ല, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ എന്ന് വെച്ചാൽ ഞാൻ എന്ന പാറമേൽ, ക്രിസ്തു എന്ന പാറമേൽ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ തന്നെ ജയിക്കുകയില്ല എന്ന്. ഹല്ലേലൂയ. അവിടെ കർത്താവ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ കർത്താവ് പറഞ്ഞ കർത്താവ് എന്ന പാറമേൽ, ആമേൻ, ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനം ഇടുന്ന സഭ, അത് പണിയുന്നത് ദൈവമാണെങ്കിൽ അതിനെ ജയിക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറയുന്നത്. നമ്മൾ അപ്പോസ്തല യഥാർത്ഥമായിട്ട് സഭയുടെ പണി തുടങ്ങുന്ന അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തില് ഹല്ലേലൂയ 37-ാം വാക്യം തുടങ്ങിയിട്ട്
ആമേ ഒന്ന് വായിക്കാവോ? ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു. ആമേൻ. സ്തോത്രം. പെന്തക്കോസ്ത കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച പെന്തക്കോസ്ത നാൾ വന്നപ്പോൾ കൂടിയിരുന്നവരും പരിശുദ്ധാത്മാവ് വന്നു. അപ്പൊ പത്രോസ് എഴുന്നേറ്റ് നിന്നിട്ട് പത്രോസിനോടാണ് ദൈവസഭ പണിയാൻ പറഞ്ഞത്. അതുകൊണ്ട് പത്രോസ് തന്നെയാണ് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നതും. എഴുന്നേറ്റ് നിന്ന് ഹാലേലി പ്രസംഗിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ഹാലേലി അത് കഴിയുമ്പോഴത്താണ് അത് കേട്ടുകൊണ്ട് ഹാലേൽ നിന്ന ആൾക്കാര് ആമേൻ പെട്ടെന്ന് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിന് ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരെ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിൽ ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിക്കും. എന്നാൽ പരിശുദ്ധാത്മ എന്ന ദാനം ലഭിക്കും. ഹല്ലേലൂയ. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ച ദൂരസ്ഥരായ എല്ലാവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പത്രോസ് എഴുന്നേറ്റ് നിന്നിട്ട് ഹാലേലി അവര് ഹൃദയത്തിൽ കുത്തുകൊണ്ട് ഹാലേലിയ ചോദിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ അവരെ മാനസാന്തരപ്പെട്ട് ഹാലേലിയ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തെ നിങ്ങൾ സ്നാനമേൽക്കുക. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അവിടെ പത്രോസ് പറഞ്ഞു, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടാൽ നിങ്ങൾക്കൊരു കാര്യം കിട്ടും കേട്ടോ. രക്ഷ കിട്ടുന്നതല്ലാണ് പറയുന്നത്, നിങ്ങൾക്ക് പരിശുദ്ധാത്മ ദാനം ലഭിക്കുമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ അവരെ അവിടെ 3000 പേര് കൂടിയിരുന്ന് അപ്പൊ എന്നിട്ട് വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചത് ദൂരസ്ഥ ഏവർക്കും ഉള്ളതല്ല. അപ്പൊ വാഗ്ദത്തം നിങ്ങൾക്ക് എല്ലാവർക്കും. എന്താണ് ഈ വാഗ്ദത്തം? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രമേ പരിശുദ്ധാത്മാവിടെ പത്രോസ് പറയുന്നത്. പരിശുദ്ധാത്മാവ് തന്നെയാണ് വാഗ്ദത്തം. കാരണം വെച്ചാൽ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണമെന്ന് കർത്താവ് യേശുക്രിസ്തു പോയപ്പോ പറഞ്ഞിട്ടാ പോയി. ഇവരതെല്ലാം കേട്ട് കാത്തിരുന്ന് പ്രാപിച്ചാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ടാല് നിങ്ങൾക്ക് ആത്മാവെന്ന വാഗ്ദത്തം ലഭിക്കും. കാരണം അപ്പൊ യഥാർത്ഥമേ പരിശുദ്ധാത്മാവ് ലഭിക്കണമെങ്കിൽ ശരിയായ മാനസാന്തരം തന്നെ വേണം കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ പാപങ്ങൾ ഏറ്റു പറയണം കേട്ടോ. നമ്മൾ എന്നിട്ട് ഹല്ലേലൂയ എന്നാൽ മാത്രമേ ഇത് ലഭിക്കത്തുള്ളൂ. പക്ഷെ ഇത് സ്നാനപ്പെട്ടാലല്ല, ഉടനെ അല്ല ലഭിക്കുന്നത്. ആക്ച്വലി സ്നാനപ്പെടുന്നതിന് മുമ്പ് ലഭിക്കുന്നുണ്ട്. നമ്മളിവിടെ കാണുന്നുണ്ട് കൊർന്നേലിയസിന്റെ മാളികമുറിയിൽ ചെന്ന് പത്രോസ് വചനം പ്രസ്താവിച്ചുകൊണ്ട് ഇരിക്കുമ്പോ തന്നെ പരിശുദ്ധാത്മാവ് അവരുടെ എല്ലാവരുടെ മേൽ വന്നു കേട്ടുകൊണ്ടിരുന്ന. അപ്പൊ അവരെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോ തന്നെ അവരുടെ ഹൃദയത്തിൽ അവർ മാനസാന്തരപ്പെട്ട് ഹല്ലേലൂയ അപ്പോഴാണ് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷമാണ് ഹല്ലേലൂയ അവരെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തി നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പത്രോസ് പ്രസംഗിക്കുന്നത് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഇവിടെ സ്നാനപ്പെട്ടാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനം ഓരോരുത്തരും യേശുക്രിസ്തു നാമത്തിൽ സ്നാനം ഏൽപ്പിക്കും. അപ്പൊ ഈ സ്നാനം ഏൽക്കാനായിട്ട് മാനസാന്തരപ്പെട്ട് സ്നാനം ഏൽക്കാം. പക്ഷെ സ്നാനം ഏൽക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക, അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യമാണ് ഇവിടെ കൃത്യമായി നമുക്ക് അറിയാൻ പറ്റും. സ്നാനം ഏൽക്കുമ്പോഴല്ല ആക്ച്വലി അത് മാനസാന്തരപ്പെടുന്നതിന്റെ അനുസരിച്ച് വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദന അല്ലെങ്കിൽ ആ മാനസാന്തരം ഹല്ലേലൂയ ആ മാറ്റം ഹല്ലേലൂയ. അപ്പൊ നമ്മൾ നേരത്തെ ആൾക്കാർ പറയാം,
എനിക്കൊന്ന് മോൻസിത്താരയുടെ വാക്ക് ഉപയോഗിച്ച് എനിക്ക് തോന്നുന്നുണ്ട്. യേശപ്പായെ സ്നേഹിക്കാൻ വേണ്ടി ജാതി മാറണമെന്ന് ചോദിച്ചപ്പം ഞാന് പറഞ്ഞൊരു വാക്കുണ്ട്, സ്നാനം എന്ന ജാതി മാറലല്ല, മനസ്സ് മാറലാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു മാറ്റം എന്ന് വെച്ചാൽ ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മൾ വെളിച്ചത്തിലേക്ക് കിടക്കുന്നത്. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമ്മൾ അത്രയും നാള് നമ്മൾ എന്തായിട്ട് ആയിരുന്നു അതിനെ നമ്മൾ ഭരിക്കാനായിട്ട് മറ്റാർക്കൊക്കെ വിട്ടുകൊടുത്ത ഭരണം നമ്മൾ നേരെ കർത്താവിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നതാണ് ശരിക്കുള്ള സ്നാനം. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ഹൃദയത്തിൽ ആ മാനസാന്തരം വന്നിട്ടില്ല എങ്കിൽ വെറുതെ വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയതുകൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് പല ആൾക്കാരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലെന്ന് ഇപ്പോഴും പറയുന്നേക്കാം. 15 വർഷം, 20 വർഷം, 25 വർഷം. കാരണം പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ വെറുതെ നമ്മുടെ മേൽ വരുത്തില്ല. ഹല്ലേലൂയ. അത് സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് തരുന്ന ഗിഫ്റ്റാണ്. ശരിക്കും ബോൺ അഗെയിൻ ആയിട്ടുള്ളവർക്ക് എന്നൊരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഈ ബോൺ അഗെയിൻ ആണോ ഇല്ലെന്ന് കൃത്യമായിരിക്കും അറിയുന്ന ആളെ അത് തരുത്തുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. അത് അറിയാത്ത ആൾ തരത്തില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഹൃദയം എവിടെയെങ്കിലും ഹല്ലേലൂയ മാനസാന്തരത്തിൽ ഇപ്പോഴും വന്നതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയും, ആത്മാവിനെ പ്രാപിച്ച് ചില എന്റെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന കുഞ്ഞു ആൾക്കാരൊക്കെ രക്ഷിക്കപ്പെട്ടവർക്കും പരിശുദ്ധാത്മ ലഭിച്ചിട്ട്, പക്ഷെ രക്ഷിക്കപ്പെടാത്ത കുഞ്ഞുങ്ങൾ വരെ ഹല്ലേലൂയ അവര് ആത്മാവിനെ പ്രാപിച്ചിട്ടുണ്ട്. പ്രാപിച്ചതിന് ശേഷം അവരൊക്കെ സ്നാനപ്പെട്ടിരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ പരിശുദ്ധാത്മാവ് എന്നുള്ളത് ഹല്ലേലൂയ ആരുടെയെങ്കിലും മേൽ വരണമെങ്കിൽ അത് പിതാവൻ ദൈവം അയക്കുന്നതാണ്. അവിടെ അവൻ നല്ല എന്താ പറയാ സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അയക്കുന്നത്. ഹല്ലേലൂയ. ഇത് നമ്മൾ എത്രത്തോളം ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൽ എത്രത്തോളം എവിടെയെങ്കിലും ഒരിടത്ത് ഇപ്പൊ ഞാൻ പറയാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടോ, നന്നായി ആരാധിക്കുന്നുണ്ട്, സഭയിൽ മുടങ്ങാതെ പോകുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, വചനം മനസ്സിലാക്കിയതെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നെങ്കിൽ അത് കൃത്യമായ ഹൃദയത്തെ സ്കാൻ ചെയ്യുന്ന വെച്ചാൽ ഹൃദയം ആരുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന ഹൃദയമാണ്. ആ ഹൃദയത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് കൃത്യമായി അറിയുന്ന ദൈവമാണ്. അത് അറിഞ്ഞതിന് ശേഷമേ ലഭിക്കത്തുള്ളൂ കേട്ടോ. ഞാൻ ആ ഒരു വിഷയം അത് വന്നപ്പോ ആ ഭാഗം വന്നപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ആത്മാവിലെ അന്യഭാഷ പ്രാർത്ഥനയും കൂടെ അതുകൊണ്ട് പറയാം. അപ്പൊ ഇത് വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ച ദൂരസ്ഥ എവർക്കും ഉള്ളതല്ലോ. ഇവിടെ പറയാം ആദ്യകാലത്ത് വായിച്ചു പറയാം, മറ്റു പല വാക്കുകൾ അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രത തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ട സ്നാനമേറ്റെന്ന് 3000-ഓളം പേർ അവനോട് ചേർന്നു. അവർ അപ്പോസ്തലരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഹല്ലേലൂയ. അന്നത്തെ പ്രസംഗം കേട്ട 3000 പേർ ഹല്ലേലൂയ അവിടെ അവരോട് ചേർന്നു. ഹല്ലേലൂയ. അവർ എന്താ ചേർന്ന് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അവരെന്താ ചേർന്നവർ ചെയ്യുന്ന അവർ ചെയ്തത് ഹല്ലേലൂയ അപ്പോസ്തലന്മാർ ഉപദേശം കേട്ടോ, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി, പ്രാർത്ഥന കഴിച്ചു. അപ്പം അവിടെ ഏറ്റവും കൂടുതൽ വെളിപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അവർ ഫസ്റ്റ് കേട്ടെന്ന് വെച്ചാൽ അവരോട് ചേർന്നിട്ട് അപ്പോസ്തലന്മാർ ഉപദേശം കേട്ടു. ഇന്ന് ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം എപ്പോഴും പറഞ്ഞ ഈ ഭാഗം, അപ്പോസ്തലന്മാർ ഉപദേശം കേട്ടു. ഇന്ന് ശരിയാ ഉപദേശം കേൾക്കുന്നില്ല പലർക്കും. ഉപദേശം കേൾക്കാത്തതിന്റെ കാര്യം ഉപദേശം ആർക്കും വേണ്ട. ഹല്ലേലൂയ. ഉപദേശിച്ചു കഴിഞ്ഞാല് പിന്നെ പിണക്കമായി വിരോധമായി. ഹല്ലേലൂയ. അവർക്ക് ഇഷ്ടമില്ല. കാരണം ഇന്ന് ആൾക്കാർക്ക് കൂടുതലും ഇഷ്ടം അവരുടെ മുഖം നോക്കി ഹൃദയത്തെ സന്തോഷിപ്പിച്ചും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കത്തോലിക്കനായ ഒരു സഹോദരനോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഇന്ന് ഹല്ലേലൂയ ഇന്ന് കള്ളപ്രവാചകന്മാരെ ഉണ്ടാക്കുന്നത് ജനം തന്നെയാണ്. കാരണം ജനത്തിന് ഹല്ലേലൂയ ശരിയായിട്ടുള്ള പ്രവചനം വേണ്ട, ശരിയായിട്ടുള്ള ഉപദേശം വേണ്ട. ഹല്ലേലൂയ. അവരുടെ ഹൃദയത്തിൽ അവരെ ആഗ്രഹിക്കുന്നത് പോലെ പറയുന്നവരെയാണ് അവർക്ക് ഇഷ്ടം, അതുപോലെ പ്രസംഗിക്കുന്നവരാണ് അവർക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നതിന്റെ കാരണം അതാണ്. ഹല്ലേലൂയ. കാരണം വെച്ചാൽ ഞാനിപ്പം എന്താ പറയാ ഇവിടെ ഇപ്പൊ ഇത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഓക്കെ, ഞാൻ വരുമ്പോഴത്തേന് സാറാമ്മ സിസ്റ്റർ സ്വഭാവം ഞാൻ ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയ ഹല്ലേലൂയ. എന്നിട്ട് എനിക്കും അറിയാം സാറാമ്മ സിസ്റ്റർക്ക് ഹല്ലേലൂയ സത്യം കേൾക്കുന്ന മാത്രമേ ഇഷ്ടമുള്ളൂ, അല്ലെങ്കിൽ അതാ. അപ്പം ഞാൻ അവിടെ വരുമ്പോഴത്തേന് എന്താ ചെയ്യുന്നത്, പിന്നെ എന്റെ സ്വഭാവം പിന്നെ അത് പറഞ്ഞു. അപ്പൊ നമ്മള് എന്താ ദൈവാത്മ വെളിപ്പെടുന്ന സത്യമായിട്ടുള്ള നമ്മുടെ ഗ്രൂപ്പുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, അവർക്ക് കൃത്യം എന്താ ദൈവം പറഞ്ഞാൽ അത് നമ്മൾ പറയും. പക്ഷേങ്കില് ഹല്ലേലൂയ അത് പറയാൻ ചെയ്തിട്ട്, പക്ഷെ ഒരാൾക്ക് ഹല്ലേലൂയ അങ്ങനെ കേൾക്കുന്ന ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാല് ചിലരൊക്കെ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ പറയത്തില്ല, കാണിക്കുന്നത് എന്താ വെച്ചാൽ
പറയത്തില്ല. ഹാലേലൂയ. അവരതങ്ങ് വിഴുങ്ങും. ഹാലേലൂയ. എന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിടുന്നത് തടിതം. അല്ല അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞ് തടിതപ്പോ. അല്ല ദൈവകൃപയാൽ ഹാലേലൂയ നമ്മൾ ആരുടെയും ഇത് കച്ചവടമാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇത്രയും നാളായിട്ട് കച്ചവടമാക്കിയില്ല. ഇങ്ങോട്ട് കച്ചവടമാക്കി ഉദ്ദേശിക്കുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ പറയും. ഹാലേലൂയ. അത് എല്ലാവർക്കും അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം എല്ലാവർക്കും അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്നും വരത്തില്ല. ഹാലേലൂയ. പക്ഷേ ഇവിടെ അവര് ഉപദേശിച്ചു. ഉപദേശം എന്ന് വെച്ചാൽ കൃത്യമായ ഉപദേശം. കാരണം ഇവര് യേശു കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരാണെന്ന് ആലോചിക്കണം അന്നത്തെ കാലത്ത്. അപ്പൊ യേശു കർത്താവിന്റെ പഠിപ്പീര് എങ്ങനെയാണെന്ന് ഇവര് കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കും, ദൈവമേ, അന്നത്തെ കാലത്തുള്ള യേശു കർത്താവിന്റെ സംസാരമാണെങ്കിലും ഞാൻ മുമ്പേ വഴിയൊരുക്കുന്ന സ്നാപയോഹന്റെ സംസാരമൊക്കെ ഇന്ന് കേട്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു മയമില്ലാതെ സ്നാപയോഹൻ ഇങ്ങോട്ട് വന്നിട്ട് കുഞ്ഞുങ്ങളെ അല്ലെ മക്കളെ എന്നൊന്നുമല്ല വിളിച്ചത്, സർപ്പസന്തതികളെ എന്നാ വിളിച്ചത്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ പിശാചിന്റെ മക്കളെ. സർപ്പസന്തതി വെച്ചാൽ നേരെ മുഖത്തൊക്കെ പിശാചിന്റെ മക്കളെ നിങ്ങൾ എന്തോ കാണാൻ വന്നെന്നാ ചോദിച്ചത്. അല്ലെ, ഇന്നൊക്കെയാണ് അങ്ങനെ ഒരു പാസ്റ്റർ കാണുന്നത് എന്ന് വിളിക്കുകയാണെങ്കിൽ പിന്നെ ആ സഭയ്ക്കകത്ത് ഒരെണ്ണം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. അപ്പൊ അത്ര യേശു കർത്താവ് പറഞ്ഞു. അപ്പൊ വെള്ളയടിച്ച പോലുള്ള ശവക്കല്ലറകളാന്ന് പറഞ്ഞു. ഹാലേലൂയ. പൗലോസ് അപ്പോസ്തലൻ വിളിച്ച് വെള്ളയടിച്ച ചുമരുകളെന്ന് വിളിച്ചു. ഹാലേലൂയ. ഇപ്പൊ ഇവിടെ ഒക്കെ അവരെല്ലാരും ആരും ഭയപ്പെട്ടില്ല. മുഖത്ത് നോക്കി പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. എനിക്ക് മത്തായിയുടെ സുവിശേഷം വായിച്ചു തരുമ്പം സത്യം പറഞ്ഞാല് ഞാൻ ആലോചിക്കാൻ പലയിടത്തും എഴുതിയിട്ടുണ്ട്. അവിടെയൊക്കെ ആ സമയമാകുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനെ അവര് അന്നത്തെ ആ പ്രസംഗത്തിൽ അവർ കൈവെക്കാൻ എന്താന്ന് ഞാൻ ചോദിക്കുന്നത്. അറിയാം, പരീക്ഷന്മാര് സദുക്യന്മാര് നിങ്ങൾക്ക് കഷ്ടം എന്ന് പറഞ്ഞിട്ട് അവരെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുന്ന ഹല്ലേലൂയ ആ ഭാഗമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇന്ന് എവിടെയെങ്കിലും നിന്ന് അതും ആര്യ പറയുന്നു അന്നത്തെ ഏറ്റവും വലിയ പ്രമാണികള് ഹാലേലൂയ അന്ന് ഭരണം ആമെ അവിടെ തിരിക്കുന്ന മതപരമായിട്ടുള്ള സകല നേതൃത്വം നൽകുന്ന ആ നേതൃത്വ നിരയെ നോക്കിയ കർത്താവ് യേശു ക്രിസ്തു വിളിച്ചു ഒരു 3-4 അധ്യായങ്ങൾ നമ്മൾ അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷത്തിനകത്ത് ഹാലേലൂയ അവരോട് തന്നെ സംസാരിക്കുന്നതാണ്. അപ്പൊ ഇന്ന് പക്ഷേ വായ തുറക്കാൻ ആൾക്കാർക്ക് ഭയമാണ്. ഹാലേലൂയ. കാരണം അന്ന് ഭയമല്ല കർത്താവ് പറഞ്ഞു. കർത്താവ് പഠിപ്പിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മേൽ പകർന്നിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ പത്രോസ് പറയുന്നത് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. ആ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിഞ്ഞ പത്രോസിനെയും പരിശുദ്ധാത്മ ലഭിക്കുന്ന പത്രോസിനെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. കാരണം പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, അത് ധൈര്യത്തിന്റെ ആത്മാവ്, അത് സുബോധത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. നമുക്ക് ധൈര്യം തരും, നമുക്ക് സുബോധം തരും. അത്രയും നാൾ വരെ നമുക്ക് സുബോധമില്ലാതെ നമ്മളെ പലതിലേക്ക് ഞാൻ ഇന്നലെ ഈ ഗുഡ് ഫ്രൈഡേ ദിവസമൊക്കെ പണ്ട് ജാതി നമ്മുടെ പാരമ്പര്യ സഭയിലൊക്കെ ആചരിക്കുന്ന ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ന് പറഞ്ഞു. ഇതുപോലുള്ള സുബോധമില്ലായ്മ പലതും കാട്ടിക്കൂട്ടിക്കൊണ്ട് നമുക്ക് സുബോധം തരുന്നതാണ് പരിശുദ്ധാത്മാവ്. നമ്മളിലേക്ക് അതുകൊണ്ട് ഒരുവൻ പരിശുദ്ധാത്മാവില്ലാതെ യേശു കർത്താവ് എന്ന് പറയാൻ പറ്റും. കാരണം ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴേ നമുക്ക് സുബോധം ഉണ്ടാകും. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടും സുബോധമില്ലാത്തവരെ പോലെ നടക്കുന്ന ജനമാണ്. അപ്പൊ ആത്മാവിന്റെ കുഴപ്പമല്ല നമുക്ക് സുബോധം ഇല്ലാത്തതിന്റെ കാരണം. ഹാലേലൂയ. നമ്മുടെ ജഡത്തെ വിട്ടുകൊടുക്കാത്തതിന്റെ പ്രശ്നമാണ്. പരിശുദ്ധാത്മാവ് എന്ന സുബോധത്തിന്റെ ആത്മാവാണ്. അവിടെ സുബോധമില്ലായ്മ കണ്ടു കഴിഞ്ഞാലും അത് ചെയ്യയില്ല, അത് കണ്ടാലട്ട് പ്രതികരിക്കുകയും ചെയ്യും. ഹാലേലൂയ. കാരണം സുബോധത്തിന്റെ ആത്മാവ് ഒരാൾക്ക് പോലും ഒരു ബോധക്കേട് ഒരു ബോധമില്ലായ്മ അല്ലെ ന്യായമില്ലായ്മ. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലാണ് പറഞ്ഞത്. ഇടയ്ക്ക് ഏതോ ഒരു ദിവസം ഇപ്പൊ ഈ ദിവസങ്ങളിൽ ഞാൻ എവിടെയോ കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തിനുള്ള എനിക്കത് വചനം പറഞ്ഞപ്പോ എവിടെയോ പറഞ്ഞപ്പോഴേ പൗലോസ് പോലും അന്ന് അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല, പിന്നീട് വന്ന ശിഷ്യനായിരുന്നു. പിന്നീട് അപ്പോസ്തലത്തെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച പൗലോസ് പത്രോസ് പോലും ഒരിക്കൽ പരീക്ഷന്മാരുടെ പരിച്ഛേദനക്കാരുടെ ഇടയിലുള്ള ഈ സംഭവങ്ങൾ അതുപോലെ ആചരിക്കുന്ന കാര്യം പറഞ്ഞപ്പം പൗലോസ് അവിടെ അതിന് എതിർക്ക് നമ്മൾ കാണുന്നുണ്ട്. കാരണം സുബോധമുള്ള ആത്മാവുള്ള ആർക്കും സുബോധമില്ലാത്തൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മ പഠിപ്പിക്കുന്നതിലും പരിശുദ്ധാത്മ കൊടുക്കുന്ന വെളിപ്പാടിനെ അപ്പുറത്തേക്ക് മാറി ചെയ്യാനായിട്ട് അവർ കഴിയാഞ്ഞുകൊണ്ട് അവിടെ എതിർത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അവരെ പരസ്യമായിട്ട് അത് ഒരു വാഗ്വാദത്തിലേക്ക് എത്തും നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് വെച്ചാൽ പരിശുദ്ധാത്മാവ് സുബോധത്തിന്റെ ആത്മാവാണ്. അപ്പൊ ഇവർക്ക് ഉപദേശിച്ചു കൊടുത്ത് ദിനംപ്രതി ഉപദേശിക്കാൻ എന്താ പത്രോസ് അവിടെ ഉപദേശിക്കാനും പത്രോസ് അറിയാം. ഉപദേശം ഇല്ല എങ്കിൽ ഇവരെ തെറ്റിച്ചു കൊണ്ടുപോകും. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ കൂട്ടായ്മകൾ നമ്മൾ കാണാറുണ്ട്. പലരും നമ്മുടെ പ്രേയറുള്ളവർ പോലും തെറ്റിച്ചു കൊണ്ടുപോയിട്ടുണ്ട്.
കൃത്യമായി നമുക്ക് പറയാൻ പറ്റും. തെറ്റിച്ചുകൊണ്ട് പന്ന് ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നു പ്രാർത്ഥിക്കുന്നത്, പക്ഷെ ചിലരെ ഇതിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് തന്നെ പോയിട്ടുണ്ട്. കാരണം അവരുടെ ഉള്ളിൽ ശരിയായ ഉപദേശം ഹാലേലിയ അല്ല, അതിന് പകരം റോങ് ഇൻഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചില ആൾക്കാർ വന്ന് എന്തെങ്കിലും ഇൻജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് അവിടെ എഫക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഹാലേലൂയ ഇതിപ്പോ എന്താന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ ശരിയായ ഉപദേശം ഇല്ല. അടിസ്ഥാനപ്പെട്ട ശരിയായ ഉപദേശമുണ്ടെങ്കിൽ ഹല്ലേലൂയ അവിടെ ആമേൻ ആ മറ്റുള്ളവരുടെ കൊടുക്കുന്നത് റോങ് ആണോ റൈറ്റ് ആണോ തിരിച്ചറിയാൻ പറ്റും. ഇത് റോങ് ആയിട്ട് കേൾക്കുമ്പോഴും അല്ലെ റോങ് ആയിട്ട് മനസ്സിലാക്കാൻ കാരണം അവരെ കൺട്രോൾ ചെയ്യുന്ന പൂർണ്ണമായും പരിശുദ്ധാത്മാവല്ല. ഇപ്പൊ എന്നോട് ഞാൻ പറയാം, ഇപ്പം നമ്മുടെ എനിക്ക് നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ നല്ലതായിട്ട് അറിയുന്ന ഒരാളെ കുറിച്ച് ഒരാൾ വന്നൊരു കുറ്റം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് കേൾക്കാൻ നിൽക്കത്തില്ല. രണ്ടാമത് ഇൻ കേസ് കേട്ടാലും എന്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് എനിക്കത് വിവേചിച്ചു തരും. ഈ പറഞ്ഞതിനകത്ത് സത്യമുണ്ടോ കള്ളമുണ്ടോ, ഇതിൽ എന്താണ് യഥാർത്ഥം, അല്ലെ എന്താണ് യഥാർത്ഥ കാര്യം എന്നുള്ള കാര്യം, ഈ പറഞ്ഞത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ്, അല്ലെ നമ്മൾ കേൾക്കുമ്പോൾ അത് എങ്ങനെ കേൾക്കണം എന്ന് നമുക്ക് കൃത്യമായി വിവേചിച്ചു തരും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന സുബോധത്തിന്റെ ആത്മാവ് നമ്മളിലുള്ളപ്പോൾ അത് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. ഞങ്ങൾ ഈ പ്രയർ ഗ്രൂപ്പ് തുടങ്ങിയ സമയത്ത് ഞാനത് ഈ പ്രയർ ഗ്രൂപ്പ് നമ്മുടെ ഈ പ്രാർത്ഥന തുടങ്ങിയ സമയത്തുള്ള കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, കാരണം അന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ സഹോദരനുണ്ടായിരുന്നു. അവര് കുറെ ആൾക്കാരെ കൂടെ കൂട്ടി വന്ന് ഞങ്ങൾ 3 മണിക്കൂർ പ്രെയർ ഞങ്ങൾ തുടങ്ങുന്ന കൂടെ കൂടിയത്. അന്ന് ഉള്ള എന്റെ കൂടെ ഉള്ള ആകപ്പാട് റോഷിനി മാത്രമായിരുന്നു. ഹല്ലേലൂയ. അന്ന് കൂട്ടത്തില് അതിനകത്ത് ഒരു വിപരീത ഉപദേശം കൊണ്ടുവന്ന് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ഇതല്ല ദൈവത്തിന്റെ ആത്മ എനിക്ക് തന്നേക്കുന്ന വെളിപ്പാടനുസരിച്ച് ഇത് നടത്തിക്കൊണ്ടായിട്ട് ദൈവം എനിക്ക് കൃത്യമായി സംസാരിച്ചാണ് ഇത് ഞങ്ങൾ തുടങ്ങിയത്. ഈ സംസാരിച്ച് ദൈവത്തിന്റെ ആത്മ പറഞ്ഞതിന് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ വിട്ട് ഞാനത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഹാലേലിയ. അത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോകത്തുള്ളൂ. അപ്പം ആമേൻ ഹാലേലിയ. സഹോദരനോട് ഞാൻ പറഞ്ഞു, സഹോദരന് പറ്റത്തില്ല എങ്കിൽ ഹാലേലിയ അപ്പൊ നമുക്ക് മാറി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം നമ്മുടെ കൂട്ടത്തിലുള്ളത് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അന്ന് പുള്ളി കൊണ്ടുവന്ന ഒരാള് തന്നെയാണ് സാറാമ്മ സിസ്റ്റർ ഇരിക്കുന്നത്. ഹല്ലേലൂയ. അന്ന് പക്ഷെ സാറാമ്മ സിസ്റ്റർ മാത്രം നിന്ന് ഒറ്റക്കാലം തന്നെ പറയും, ഞാൻ എന്തായാലും ഈ ഗ്രൂപ്പ് വിട്ട് വരത്തില്ല. ഹല്ലേലൂയ. ഇവിടെ മതി, എനിക്ക് ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞിട്ട് ആമീൻ ഹല്ലേലൂയ. അപ്പം അങ്ങനെ ഇവിടെ നിന്ന് പിന്നെ വന്നു കൂടിയവരാണ് നമ്മുടെ ഗ്രൂപ്പ് വന്നിട്ടുള്ള എല്ലാവരും. ഹല്ലേലൂയ. അപ്പൊ അന്ന് ഞാൻ പറയുന്നതാ, അവിടെ ആ വന്ന ഉപദേശം ഹല്ലേലൂയ എങ്ങനെ ഉള്ളതാണെന്നും എവിടെ നിന്ന് വന്നതാണെന്നും തിരിച്ചറിയാനായിട്ട് സുബോധമുള്ള ആൾക്കാർക്ക് പറ്റുമെന്ന് പറഞ്ഞ പോലെ ആ ഒരു എക്സാമ്പിൾ വന്നപ്പോ ഞാൻ പറഞ്ഞു, പലർക്കും പക്ഷെ തെറ്റിച്ചുകൊണ്ടും പോകാൻ പറ്റും, പറഞ്ഞുകൊണ്ടും പറ്റും, മാറ്റിക്കൊണ്ടുപോകാൻ പറ്റും, പലതും ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. പക്ഷേങ്കില് നമ്മൾ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ ദൈവത്തിന്റെ ആത്മ കൃപ നൽകും നമുക്ക്. ഇവിടെ നിന്നതുകൊണ്ട് പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ ആത്മ ശരിയും തെറ്റും നല്ലതും ചീത്തയും തിരിച്ചറിയാനായിട്ട് നമുക്ക് നമ്മളെ വിശ്വാസത്തിലേക്ക് വന്ന ആദ്യം വേണ്ടുന്ന കാര്യം അതാണ്. ഒന്ന്, നമ്മൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടാല് ഹല്ലേലൂയ ആമേൻ നമ്മൾക്ക് വിശുദ്ധിയിലോട്ട് ജീവിക്കാൻ കഴിയണം. ഹല്ലേലൂയ. ആ വിശുദ്ധി നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കാര്യമാണ് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പഠിക്കണം. ഹല്ലേലൂയ. അതിവിവേചനത്തിന്റെ ആത്മാവിനെ നമുക്ക് ലഭിക്കണില്ലെങ്കിൽ നമുക്ക് ഈ ക്രിസ്തീയ ജീവിതത്തിൽ നിൽക്കാൻ മുന്നോട്ട് പോകാൻ അതിനായിട്ട് ബുദ്ധിമുട്ട്. അതിനുശേഷമാണ് നമ്മൾ വചനം അനുസരിച്ച് ജീവിക്കുക എന്നുള്ള ഉത്തരവാദിത്വം പോലും നമുക്ക് ദൈവം തരുത്തുള്ളൂ. ഹല്ലേലൂയ. ഇത് എനിക്ക് കൃത്യമായ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് പ്രസംഗിപ്പിച്ച വിഷയങ്ങളായിരുന്നു. കർത്താവ് എന്നോട് ആ കൃത്യ ഓർഡറിൽ എന്നെ കൊണ്ട് പ്രസംഗിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ദൈവാത്മാവ് എനിക്കൊരിക്കൽ പറഞ്ഞു തന്നാണ് ഈ ഓർഡറിലായിരിക്കണം നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് മുമ്പോട്ട് കൊണ്ട്. അങ്ങനെ പോകുന്നവര് എന്തായാലും വീണു പോകത്തില്ല. ഹല്ലേലൂയ. എങ്കും ആർക്കും വീഴ്ത്താൻ പറ്റത്തില്ല. ഇന്ന് പലരും വീണു പോകുന്നതിന്റെ കാര്യം ഹല്ലേലൂയ അവർക്ക് വിവേചനത്തിന്റെ ആത്മാവ് ഇല്ലാത്തത് കൊണ്ടും ഹല്ലേലൂയ അവിടെ അതുപോലെ ശരിയായ ഉപദേശം ലഭിക്കും. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ പറഞ്ഞ അപ്പോസ്തലന്മാർ ഉപദേശം കേട്ടാണ് അവര് കൂട്ടായ്മ, ഉപദേശത്തിൽ അടങ്ങി നിൽക്കുന്ന ഒന്നാണ് കൂട്ടായ്മ ആചരിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. അപ്പൊ ആ കൂട്ടായ്മ അവർ ആചരിച്ചു. എന്നിട്ട് അടുത്താണ് അപ്പം നുറുക്കുക. ഹല്ലേലൂയ. എന്നിട്ട് പ്രാർത്ഥന കഴിക്കുക. ഹല്ലേലൂയ. അപ്പൊ ഉപദേശം കേൾക്കണം ആദ്യമേ. സാധാരണ എല്ലാരും എങ്ങനെയാ വെച്ചാ പ്രാർത്ഥിക്കും, കൂട്ടായ്മ ആചരിക്കും, അപ്പം നുറുക്കും. പക്ഷെ ഉപദേശം ഏറ്റവും ഫസ്റ്റ് നടക്കേണ്ട കാര്യം, ഏറ്റവും അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ വളരെ ഒരു ഇമ്പോർട്ടൻസ് അല്ലാതെ വിട്ടുകൾ ഇവിടെ പറഞ്ഞ കൂട്ടത്തിൽ നമ്മുടെയൊക്കെ കാണുന്നത് ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോകും. നമ്മൾ എവിടെ പോയാലും സഭയിൽ പോയാലും നമുക്ക് കൂട്ടായ്മ ഉണ്ടല്ലേ, അപ്പം നുറുക്കലുണ്ടല്ലേ, പ്രാർത്ഥനയുണ്ട് അല്ലെ. ശരിയായ ഉപദേശം ഞങ്ങൾ പോകുന്നിടത്ത് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ശരിയാ, ഉണ്ടാവുമായിരിക്കും. കാരണം വെച്ചാൽ പഴയൊക്കെ പാരമ്പര്യ സഭകളിലൊക്കെ നേരെ നന്നായി ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ഇന്നത്തെ കാലത്ത് ഞാൻ പറയും, ഇന്ന് 2 മണിക്കൂറും 2.5 മണിക്കൂറുള്ള സഭാ ആരാധനയിൽ എത്ര നേരം വചനത്തിന് കൊടുക്കുന്നു എന്ന് തന്നെ നോക്കിയിട്ടുണ്ടോ? ചില സഭയിലൊക്കെ 10 മിനിറ്റ് 15 മിനിറ്റ് പോലും വചനത്തിന് സമയം കൊടുക്കുന്നില്ല.
കാരണം ഒരു മണിക്കൂർ അവരെ ആരാധനയ്ക്ക് കൊടുക്കും. പിന്നെ സാക്ഷ്യം പറയാൻ കൊടുക്കും സമയം 1/2 മണിക്കൂർ. പിന്നെ ഇതൊക്കെ കൂടെ എല്ലാ അറിയിപ്പുകളൊക്കെ കഴിഞ്ഞ ശേഷം 10 മിനിറ്റ് 15 മിനിറ്റിനുള്ളിൽ വചന ശുശ്രൂഷ നടത്തും. എവിടെയാണ് ഉപദേശിക്കാൻ സമയം? എവിടെയാണ് ജനത്തിന് ഉപദേശം? അതല്ലാതെ ഇപ്പൊ ഇഷ്ടം പോലെ കേൾക്കുന്നില്ലേ സിസ്റ്റർ? യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ വചനം ഉണ്ടല്ലോ, സൂം മീറ്റിങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അന്നേരം കേട്ടുകൂടായോ എന്ന് ചോദിക്കും. ഹല്ലേലൂയ. അങ്ങനെയല്ല. കാരണം നമ്മൾ കൂടി വരുന്ന സഭ, ഹല്ലേലൂയ, ഞാൻ പറയാം, ഞായറാഴ്ച സഭ ആരാധനയ്ക്ക് കടന്നു വരുന്ന അത്രയും ജനം ഒരിക്കലും ഒരു ഇട മീറ്റിംഗിൽ കടന്നു വരത്തില്ല. ഒരു സെൽ മീറ്റ് പല സെൽ മീറ്റുകളും നമ്മൾ നോക്കി കഴിഞ്ഞാൽ 10, 20, 25 മെമ്പേഴ്സ് ഉള്ള സെൽ മീറ്റിംഗ് 5 പേരൊക്കെ ആയിരിക്കും സാധാരണ മീറ്റിംഗ് കയറുന്നത്. അല്ലെ? അപ്പൊ ഇവരെ എല്ലാവരും ഉപദേശിക്കാനായിട്ട് ഇട മീറ്റിങ്ങുകൾ നടക്കത്തില്ല. അല്ലെ? അങ്ങനെയല്ലേ? ഇപ്പൊ ചെറിയ ചെറിയ സഭയിലുള്ളവർക്കാർക്ക് അറിയാം, അവിടെ കുറച്ച് പേരുണ്ട്, അതെല്ലാവരും വരും. പക്ഷെ വലിയൊരു സഭയൊക്കെ ഉള്ളിടത്ത് നോക്കിയ ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്ന അത്രയും ആൾക്കാർ ഒരിക്കലും ഇടയ്ക്ക് ലേഡീസ് മീറ്റിംഗ്, ഒരു സെൽ മീറ്റിംഗ്, മറ്റൊന്ന് മീറ്റിംഗ് വെച്ചാൽ കൂടത്തില്ല. അപ്പൊ കൂടി വരുന്ന ജനം സൺഡേ ആണെങ്കിൽ ഹല്ലേലൂയ, എനിക്ക് നിങ്ങളെ ഇങ്ങനെ സൗകര്യമായിട്ട് കിട്ടുന്നെന്ന് പറഞ്ഞ് അവർക്ക് കിട്ടത്തില്ല. ഞാനിവിടെ ഡെയിലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ കിട്ടത്തില്ല. അവിടെ കിട്ടുന്നത് ഹല്ലേലൂയ ഞായറാഴ്ച ഒരു ദിവസം. പക്ഷെ ഞായറാഴ്ച ഒരു ദിവസം ആ സഭയിലെ ഇടയൻ അല്ലെങ്കിൽ അവിടെ അന്ന് ക്ഷണിക്കപ്പെട്ട ഹല്ലേലൂയ ആരാന്ന് വെച്ചാൽ, ഇപ്പൊ ശരിക്കും പറഞ്ഞ സൺഡേ സർവീസിൽ ഹല്ലേലൂയ ഉപദേശം പറയാൻ ഇപ്പൊ മിക്കവാറും ഇൻവൈറ്റ് ചെയ്തപ്പെട്ട വിസിറ്റേഴ്സ് പാസ്റ്റേഴ്സ് വന്ന് പ്രസംഗിക്കുന്ന ഞായറാഴ്ച. ഞാൻ ഈ വിസിറ്റേഴ്സ് പാസ്റ്റേഴ്സ് തരുമ്പോ അവർ ഉപദേശം പറയുക, പ്രവചനം പറയുക, അല്ലെ മറ്റേ പ്രോസ്പിരിറ്റി പറയും, എന്ത് പറയും നമുക്കിങ്ങനെ അറിയാം. ഒരു ദിവസം പോയില്ലേ, ഒരാഴ്ച പോയില്ലേ, ഒരാഴ്ച ഉപദേശം കേൾക്കാൻ ചെന്നിരിക്കുമ്പോ അന്നത്തെ ദിവസം പ്രസംഗിക്കുന്ന ആൾ വന്നേക്കുന്ന പ്രോസ്പിരിറ്റി പറയുന്നെങ്കിൽ ആ ആഴ്ചത്തേക്കുള്ള ഉപദേശം പോയില്ലേ. അടുത്ത ആഴ്ച നിങ്ങളൊരു വിസിറ്റർ പാസ്റ്റർ വന്ന് അവിടെ ചെന്നിരിക്കുമ്പോൾ പുള്ളി പ്രവചനം പറയുന്ന പ്രവാചകനാണെങ്കിൽ അന്നത്തെ ഉപദേശം പോയില്ലേ. ഹല്ലേലൂയ. അപ്പൊ എപ്പോഴാണ് ഉപദേശിക്കാനുള്ള സമയം? അല്ലെ, ബാക്കിയെല്ലാം ഉണ്ട്, ഉപദേശമില്ല പലപ്പോഴും. അല്ലെ, അത് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. അവിടെ ബാക്കിയെല്ലാം നടക്കുന്നുണ്ട്, കൂട്ടായ്മയുണ്ട്, അപ്പം നിറക്കലുണ്ട്, പ്രാർത്ഥന. പക്ഷെ ഇന്നൊക്കെ നമ്മുടെയൊക്കെ സഭയിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം പ്രാർത്ഥനയ്ക്കായിട്ട്. കാരണം കുടുംബങ്ങളിലും വിശ്വാസികളിലും ഉപവാസ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇപ്പൊ എന്താ പറയാ, ജോളി ആന്റി വീട്ടിലിരുന്നിട്ട് ഹല്ലേലൂയ സലീസ് സിസ്റ്റർ ഒക്കെ ആയിട്ട് കൂടെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ കുറച്ച് കൂടി 2 പേരുടെ കൂടെ 3 പേര് ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥന വേണ്ട ലിസ്റ്റ് ചെയ്യണം, ഞാൻ കുറച്ച് ഉപദേശിക്കാം എന്ന് ഏതെങ്കിലും ദിവസം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മൾ കൂടുമ്പോഴൊക്കെ നമ്മളെല്ലാരും കൂടി വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് പ്രാർത്ഥനയാണ്. അല്ലേ? ഹല്ലേലൂയ. പക്ഷേ ഞാനൊരു കാര്യം, ഒരു മർമ്മം ഞാൻ പറയാം. പ്രാർത്ഥനയ്ക്ക് നമ്മൾ അതുകൊണ്ട് എന്നും വചനത്തിന് സമയം കൊടുക്കും. നമ്മൾ എത്ര കടന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മളൊരു വചനഭാഗം എടുത്ത് മെഡിറ്റേറ്റ് ചെയ്തിട്ട്, നമ്മുടെ വെളുപ്പിന്റെ പ്രേയറിൽ ഞാൻ ചില ദിവസങ്ങൾ നമ്മൾ നേരത്തെ ഇടയ്ക്ക് നമ്മൾ ചെയ്യാറുണ്ട്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. നിങ്ങളൊരു വചനഭാഗം ചോദിക്കുക കർത്താവിനോട്. കർത്താവ് തരുന്നൊരു വചനഭാഗം ഒരു വാക്യമായിരിക്കും. ആ വാക്യം എടുത്ത് നിങ്ങൾ അത് വായിച്ച് നിങ്ങൾ അതിനൊന്ന് മെഡിറ്റേറ്റ് ചെയ്യണം. ഹല്ലേലൂയ. എത്ര പേര്, 2 പേരെങ്കിൽ 2 പേരും, 3 പേരെങ്കിൽ 3 പേരും ആ ഒരു വചനഭാഗം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് അതിനകത്ത് കിടക്കുന്ന ഒരു റെവലേഷൻ ഒന്ന് എടുത്തിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ആ പ്രാർത്ഥന തീ ഇറങ്ങുന്ന കാണാൻ പറ്റും. കാരണം വചനം ദൈവം നമുക്ക് തരുന്ന ഉപദേശമാണ്, ദൈവം തരുന്ന കൽപ്പനയാണ്, ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ്. ഹല്ലേലൂയ. അതിനകത്ത് ഡെഫിനറ്റ് ആയിട്ട് ഏത് വചനപ്പാടത്തിനകത്ത് നമ്മളോടുള്ള ഉപദേശമുണ്ട്. അത് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തും, അത് നമ്മളെ നേരായ വഴിക്ക് നടത്തും, അത് നമ്മളെ മോൾഡ് ചെയ്യും. ഇത് നമ്മളോട് സംസാരിക്കും വചനം. ഈ വചനം വെറുതെ വരത്തില്ല നമ്മുടെ അടുക്കിലേക്ക്. ഹല്ലേലൂയ. അപ്പൊ അവിടെയാണ് ഞാൻ പറയുന്നത്, വചനത്തിന്റെ ഇവിടെ ഉപദേശം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് അവർ പ്രബോധിച്ചത്. വായിത്തോന്ന് പറഞ്ഞിട്ടല്ല അവർ പറഞ്ഞു. ഇവിടെ നമ്മുടെ പത്രോസിന്റെ ഫസ്റ്റ് പ്രസംഗം തന്നെ കേട്ടോ, ഈ പറഞ്ഞിരിക്കുന്ന മൊത്തം പഴയ നിയമത്തിലെ വചനഭാഗങ്ങൾ കൂട്ടിയതാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പലയിടത്തും കാണാറുണ്ട് ഇവർ പ്രസംഗിക്കുന്ന നിൽക്കുന്നിടത്ത് അവിടെ സ്റ്റെഫാനോസ് എഴുന്നേറ്റ് എന്ന് പറയുന്നത് ഹല്ലേലൂയ, ജനിക്കുന്ന പണ്ട് മുതലേ ഉള്ള അബ്രഹാമിനെ വിളിച്ചിറക്കിയ കാലം കഥ പറയുന്നത്. അതുപോലെ പറയുന്ന മൊത്തം ഒരു വചനമാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ ഉപദേശത്തിൽ. അവരുടെ പ്രസംഗത്തിൽ അവർ വചനമാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അത് കഴിഞ്ഞിട്ട് എന്നിട്ട് എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാർ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവകയെ നിന്നിടുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളത് എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട ദിനംപ്രതി ദേവാലയത്തിൽ കൂടിയവരും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. ഹല്ലേലൂയ.
ഇവിടെ എല്ലാവർക്കും ഭയമാൻ. കാരണം എന്താ വെച്ചാൽ അപ്പോസ്തലന്മാരുടെ പ്രത്യേകത അവരാൽ ഏറെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അവിടെ ഒന്നും അവരാരും അത്ഭുതവും അടയാളം ചെയ്യാനായിട്ട് പോയിട്ട് ഒന്നും ചെയ്തില്ല. പക്ഷെ അവരുടെ ഉപദേശത്തിൽ ഹല്ലേലൂയ, അവരുടെ പ്രസംഗത്തിൽ ഹല്ലേലൂയ, അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. കാരണം അവര് വിളിച്ചു പറഞ്ഞത് മുഴുവൻ ദൈവ ഇഷ്ടമായിരുന്നു. പരിശുദ്ധാത്മ അവർക്ക് കൊടുത്തത് എന്താണോ അതാണ് അവർ വായിലൂടെ വിളിച്ചു പറയുന്നത്. ഹാലേലൂയ. അവരുടെ നാവിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരുന്നത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ചെയ്തത്. ഹാലേലൂയ. കാരണം അവര് സ്വന്തമായിട്ട് ഒന്നും നേടാൻ വേണ്ടിയിട്ടല്ല ചെയ്ത്. നമുക്കാണ് ഇവിടെ പൊതുവകയെന്ന് തന്നെ അവർ വിറ്റുകൊണ്ടുവന്ന സകലം, എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് പങ്കിട്ട് കൊടുത്തു. എന്നിട്ട് അവരുടെ കാരണം വെച്ചാൽ അവർ ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും അവർ ഒരുമനപ്പെട്ട്. ഇന്നിപ്പോ നമ്മൾ കൂടിയിരിക്കുന്ന ഇത്ര പേരുണ്ട്, ഇത്രയും ആൾക്കാരും കൂടെ പറയാൻ പറ്റും ഞങ്ങളെല്ലാം ഒരുമനപ്പെട്ട് അവിടെ കൂടിയിരിക്കും പറയാൻ പറ്റും. പലപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ആഗ്രഹം ദൈവം സാധിപ്പിക്കാൻ. കാരണം എല്ലാവർക്കും ഇതിൽ കയറുമ്പോൾ ഈ ശനിയാഴ്ച പ്രേയർ കയറുമ്പോൾ പരിശുദ്ധാത്മാവേ ഹാലയിലേ, ഞങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് ഒന്ന് കയറാൻ പറ്റണേ, അടുത്ത പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പറ്റണേ, ഇതെല്ലാവരുടെയും ഹൃദയത്തിലുണ്ടാകും. ഇവിടെ ആ ഒരു വിഷയത്തിൽ നമ്മൾ ഒരുമനപ്പെടുന്നുണ്ട്. ഹാലയില ഒരുമനപ്പെടണം. ഹാലയില ഒരുമനപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കുന്ന. ഹാലയില ഞാനിവിടെ പ്രാർത്ഥിക്കുന്ന ഹാലയില ഒരു വിഷയം, ഒരു കാര്യം എന്റെ ഹൃദയത്തിൽ, താറാമസിന് വേറെ കാര്യം, വീരസിസ്റ്റർ വേറെ കാര്യം, അങ്ങനെ എല്ലാവരും വേറെ വേറെ കാര്യങ്ങളായിട്ടല്ല ദൈവസന്നിധി ഇരിക്കും. നമ്മൾ ദൈവസന്നിധി ഇരിക്കുന്ന സമയത്ത് ഹാലയില എന്ന ഒരുമനപ്പെടണം. എന്താന്ന് വെച്ചാൽ ഒരുമനപ്പെടുന്നത് എല്ലാവർക്കും എല്ലാം നൽകാൻ കഴിയുന്ന ഒരേ ഒരാൾ പരിശുദ്ധാത്മാവാ. അപ്പൊ പരിശുദ്ധാത്മാവേ ഇന്ന് പരിശുദ്ധാത്മാ ദൈവത്തിന്റെ ഇഷ്ടം ഈ പ്രാർത്ഥനയിൽ ഇറങ്ങണം. ഞങ്ങൾ ഓരോരുത്തരെയും എന്തിനാണോ കണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണോ ഞങ്ങളുടെ മേൽ അത് പകരാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഞങ്ങളുടെ മേൽ പകരും. ഓരോരുത്തർക്കും ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ അവനവൻ ഇഷ്ടമുള്ള ദൈവത്തിന് ഇഷ്ടമുള്ള പോലെ പകർന്നു കൊടുക്കുന്ന അതുപോലെ ദൈവത്തിന് എന്താണോ ഇഷ്ടം അത് ഞങ്ങളുടെ മേൽ നിന്ന് സാധിക്കണമേ എന്ന് പറഞ്ഞ് ഒരുമനപ്പെട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ ആമേൻ. അല്ലാതെ നമ്മൾ പല പല കാര്യങ്ങളും വെച്ചുകൊണ്ടിരിക്കാതെ ആമേൻ പരിശുദ്ധാത്മാവിന്റെ അടുക്കലേക്ക് ഇരിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് സകലതും ലഭിക്കും. പക്ഷെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഇമ്പോർട്ടൻസ്. ഇന്നത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആത്മാവിന് ലഭിക്കണമേ എന്നുള്ള ഒറ്റ ഒരു പ്രാർത്ഥന, ആത്മാവിന് ഇന്ന് ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചതുപോലെ അല്ല ഇന്ന് അധികം അത് പുതിയതൊന്ന് പുതിയൊരു ലെവലിലേക്ക് പുതു വീഞ്ഞു കുടിക്കാനായിട്ട് ഇരിക്കുന്ന ദാഹത്തോട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരുമനപ്പെട്ടവര് എന്നിട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വീട്ടിൽ അപ്പം ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി അവർ എല്ലാ ദിവസവും ഒരുമനപ്പെട്ട് കൂടി വന്നു ആ വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥയും കൊണ്ട് ഭക്ഷണം. അപ്പൊ അവരുടെ അവസ്ഥയും ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും ഉണ്ട്. ഹാലൂയ. അവർക്ക് സന്തോഷം ഉല്ലാസവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അറിയാം, അവർക്ക് ഒരു സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥ. വായ തുറന്നാൽ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ച പിടിച്ചോണ്ട് പോവുകയും തടവിലാക്കുകയും അടിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയിട്ടും അവർ ഉല്ലാസമുള്ളവരായിരുന്ന ഹൃദയ പരമാർത്ഥം. അവർ സന്തോഷിച്ചു, അവർ ഒരുമനപ്പെട്ട് ഒരു കൂടി വന്ന് ഹല്ലേലൂയ. അപ്പൊ അവരുടെയൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ അവർക്ക് ദൈവം പകർന്നു കൊടുത്ത് ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട്, ദൈവസ്നേഹം അവരുടെ ഉള്ളിൽ കയറിയത് കൊണ്ട്, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നുകൊണ്ട് അവര് പുറമേ ഉള്ള ജഡികമായി യാതൊന്നും അവരെ തൊട്ടില്ല. ജഡികമായിട്ട് നോക്കുവാണെങ്കിൽ ലോകപരമായിട്ട് നോക്കിയ സകലത് അവർക്ക് പ്രതികൂലമായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ എന്നിട്ടും അവരെ ഒന്നും തളർത്തിക്കളയാനോ അവരെ ഒന്നും ഒരു നിമിഷ നേരത്തെ പോലെ അവരെ ഒന്നിനെ ഓർത്ത് സങ്കടപ്പെടാനോ വ്യാകുലപ്പെടാനോ ഹല്ലേലൂയ അവര് തയ്യാറായില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ മേൽ വന്ന പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ അവരെ നിറഞ്ഞു നിന്നത് കൊണ്ട് ഈ ലോകത്തിൽ ഒന്നും അവരെ തൊട്ടില്ല. അവരതിനെ കുറിച്ചൊന്നും ഓർത്ത് സങ്കടപ്പെട്ടില്ല. അവരാരും നമ്മൾ കാണുന്നുണ്ട് ഇവിടെ താഴോട്ട് വരുമ്പോഴത്തേനും എന്നിട്ട് ഇവിടെ ഭക്ഷണവും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തെ കൃപ അനുഭവിക്കുക. അപ്പൊ സകല ജനത്തിന്റെ കൃപ അനുഭവിക്കുക കർത്താവ് രക്ഷിക്കുവാൻ ദിനംപ്രതി സമയം. അപ്പൊ താഴോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഹല്ലേലൂയ അടുത്ത തന്നെ 3-ാം അധ്യായം തുടങ്ങുന്നതിന് പത്രോസ് യോഹന്നാനും കൂടെ പോയപ്പോ ആ മുടന്തനെ സൗഖ്യമാക്കുന്നത്. അത് കഴിയപ്പോഴത്തേനും അവരുടെ മേൽ വരുന്ന അവരുടെ മേൽ വരുന്ന പ്രതികൂലം അവരെ കാണുന്നുണ്ട്. അവരെ പിടിക്കുന്നു, തടവിലാക്കുന്നു, അവർ അടിക്കുന്നു. ഹല്ലേലൂയ. ഉപദ്രവം തുടങ്ങുകയാണ്. അവിടെ ഉപദ്രവം തുടങ്ങുക. കാരണം അന്നത്തെ കാലത്ത് അവർക്ക് ഇത് കർത്താവിന് യേശു ആണ് കർത്താവെന്ന് പ്രസംഗിക്കാണ്ട് യാതൊരു അധികാരമില്ലാത്ത സ്ഥലം. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അപ്പോസ്തലർ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പീഡകളുടെ ഒരു പരമ്പര തന്നെയാണ്. പക്ഷെ അവരെ ആരും ഒരിടത്ത് പോലും അയ്യോ എന്നെ അടിച്ചേ, എന്നെ തല്ലിയേ, എന്നെ കാരാഗ്രഹത്തിൽ ഇട്ടേന്ന് പറഞ്ഞ് ഇത് കരയുന്നത് നമ്മൾ കാണുന്നില്ല. യാക്കോബിനെ വാൾ കൊണ്ട് കൊന്ന് പത്രോസിനെ കൊണ്ട് തടവിലിട്ട് നമ്മൾ നോക്കാം പത്രോസ് അവിടെ കരയും ബഹളം ഉണ്ടാക്കിയോ ഹല്ലേലൂയ ഒന്ന് എന്നെ രക്ഷിക്കണമെന്ന് പറയും, ഒന്നും ചെയ്യുന്നില്ല. പത്രോസ് സുഖമായിട്ട് കടന്നുറങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നു.
ഹല്ലേലൂയ. ഇന്ന് നമ്മളും ഒക്കെ പരിശുദ്ധാത്മാവിന് പ്രാപിച്ച അതേ ആത്മാവിനെ തന്നെ നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. ഇത് നമ്മളൊക്കെ ഹല്ലേലൂയ എത്രത്തോളം സമയത്ത് ഹല്ലേലൂയ നമ്മുടെ ജഡപരമായ ചിന്തകൾ ഇല്ലാതിരിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്. അവരൊന്നും ലോകപരമായ ചിന്ത, ജഡപരമായ ചിന്തകൾ അവരൊന്നും തൊട്ടിട്ടില്ല. ഹല്ലേലൂയ. പക്ഷെ നമ്മളെയൊക്കെ ഇന്ന് അതേ ആത്മാവിനെ പ്രാപിച്ചില്ല നമ്മൾ ഓരോരുത്തരും. പക്ഷെ നമ്മളെ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ 99% ഹല്ലേലൂയ എടുത്താലും ഈ ലോകത്തിന്റെ ചിന്ത, ഹല്ലേലൂയ, ഈ ലോകത്തിന്റെ ചിന്ത കാണും. നമ്മുടെ ഓരോ വ്യക്തിപരമായ പ്രശ്നങ്ങൾ കാണും. നമ്മുടെ ഓരോരുത്തരുടെ ഹല്ലേലൂയ ഓരോ അവസ്ഥ കാരണം പലതും നമ്മുടെ കൺമുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ആമേൻ ആമേൻ നമ്മളെ ആമേൻ ഹല്ലേലൂയ ആ സന്തോഷത്തിലേക്ക്, പരിശുദ്ധാത്മാവെന്ന സന്തോഷത്തിലേക്ക് നടക്കാൻ കഴിയാതെ വണ്ണം മാറ്റിക്കളയുന്നത്. ഇതിനെയാണ് നമ്മൾ ജയിക്കേണ്ടുന്നത്. ഇത് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ ആമേൻ വെളിപ്പാട് പ്രാപിച്ച് ലേഖനങ്ങളിലൂടെ നമ്മളോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കാരണം ജഡത്തിന്റെ ചിന്ത ആത്മാവിന് വിരോധവും ആത്മാവിന്റെ ചിന്ത ജഡത്തിന് വിരോധവുമാണ്. ആത്മാവിന്റെ ചിന്ത ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനാണെങ്കിൽ ജഡത്തിന്റെ ചിന്ത അതിന് നേരെ ഓപ്പോസിറ്റ്. ഇന്ന് ജഡികമായ ചിന്തകളാണ് മനുഷ്യനെ ഭരിക്കുന്നത് കൊണ്ടാണ് അന്നത്തെ കാലത്ത് ഇവരുടെ അവസ്ഥയിൽ അവരുടെ സകലതും പ്രതികൂലമായിട്ട് സ്വന്തം ജീവന് പോലും ഗ്യാരണ്ടി ഇല്ലായിരുന്ന സമയത്തും അവർ സന്തോഷിക്കുന്നവരായിരുന്നു. അവർ ഹൃദയ പരമാർത്ഥതയോടെ അവർ ഉല്ലസിക്കുന്നവരായിരുന്നു. ഹല്ലേലൂയ. അവർ ദൈവ ഇഷ്ടം ചെയ്യാനായിട്ട് അവർ മുന്നിട്ടിറങ്ങുന്നവരായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ അങ്ങനെ സാധിക്കുന്നില്ല പലർക്കും. ഇന്ന് ദൈവത്തിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞ് ഇറങ്ങുന്നവർക്ക് പോലും പലവിധ ഹിഡൻ അജണ്ടയുമായിട്ടാണ് പലരും ഇറങ്ങുന്നത്. പക്ഷെ അന്ന് അവരുടെ ലൈഫിൽ ഹിഡൻ അജണ്ടാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ജീവിതത്തിൽ അവരുടെ ലൈഫിൽ ദൈവത്തിന് വേണ്ടിയിട്ട് ദൈവം ഏൽപ്പിച്ച വേല തികയ്ക്കണം എന്നുള്ളത് ഹല്ലേലൂയ ആ ഒരു ഉദ്ദേശം മാത്രമേ അവർക്കുണ്ടായിരുന്നു. ആമേൻ. ഇന്ന് ദൈവത്തെ കണ്ടുപിടിക്കുക, ദൈവത്തെ കാണുന്നു, ദൈവത്തെ കൂട്ടിമുട്ടുന്നു, ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നു, ദൈവ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒക്കെ പലർക്കും പല വിചാരമായിട്ട്. ഇന്ന് കർത്താവിന് മുമ്പിലേക്ക് ഒരാൾ എത്തിപ്പെടുന്നത് തന്നെ അവന് എന്തെങ്കിലും ആവശ്യമുള്ളത് കൊണ്ടായിരിക്കും വരുന്നത്. ഹല്ലേലൂയ. അല്ലാതെ ആരും ഹല്ലേലൂയ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഇപ്പം വരുന്നില്ല. ഹല്ലേലൂയ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും കർത്താവെ യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ATM കൗണ്ടറാണെന്ന് എല്ലാവരുടെയും വിചാരം. ഹല്ലേലൂയ. ആമേൻ. എവിടെ പോയിട്ടും ലഭിക്കാത്ത ഏത് ഞങ്ങൾ അമ്പലങ്ങളിൽ പോയി, പള്ളികളിൽ പോയി, അവിടെ ചെയ്ത് പൂജ ചെയ്ത് കർമ്മം ചെയ്ത് എല്ലാം ചെയ്തിട്ടും വിടുവിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ യേശുവിന്റെ അടുക്കൽ യേശു ഞങ്ങളെ വിടുവിച്ചു. ഒത്തിരി സാക്ഷ്യം നമ്മൾ കേൾക്കുന്നില്ലേ? യേശു എന്തുകൊണ്ടാണ് വിടുവിക്കുന്ന വെച്ചാൽ യേശു സർവ്വശക്തനായ ദൈവമായതുകൊണ്ടാണ്. മറ്റുള്ളവരൊക്കെ ദൈവങ്ങൾ എന്ന പേര് പറയുന്ന ഹല്ലേലൂയ അവർക്ക് എല്ലാവർക്കും കൂടെ ഈ സർവ്വ ഡിപ്പാർട്ട്മെന്റ് പറയത്തില്ല. നമുക്ക് ഈ നമ്മുടെ മിനിസ്ട്രി ഒക്കെ നമ്മുടെയൊക്കെ അസംബ്ലി പാർലമെന്റ് ഒക്കെ കണ്ടിട്ടുണ്ട്. അവിടെ മുഖ്യമന്ത്രി ഉണ്ടാകും, കുറെ വകുപ്പ് മന്ത്രിമാരുണ്ടാകും. ഈ വകുപ്പ് മന്ത്രിമാർക്കൊക്കെ ഒരു വകുപ്പ് മാത്രമേ കൈകാര്യം ചെയ്യാൻ അറിയത്തുള്ളൂ. അവർക്ക് അതിനുള്ള അതോറിറ്റി ഉള്ളൂ. ഹല്ലേലൂയ. പക്ഷെ ഇപ്പം ആഭ്യന്തര കൈകാര്യം ചെയ്യുന്ന ആള് കയറിയിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന വെച്ചാൽ അത് പ്രോട്ടോകോൾ ലംഘനമാണ്, ചെയ്യാനും പാടില്ല. അതുപോലെയാണ് ലോകത്തിന്റെ കുറെ ദൈവങ്ങൾ ഉള്ളത് വെച്ചാൽ അവർക്കൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റേ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടല്ലേ എല്ലാ ഡിപ്പാർട്ട്മെന്റും വേറെ വേറെ ദൈവങ്ങളല്ലേ അവർക്കൊക്കെ ഉള്ളത്. ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പം കത്തോലിക്കരെ തന്നെ എടുത്തേ, മറ്റേ ഹിന്ദുക്കളിലോട്ടൊന്നും പോണ്ട, ക്രിസ്ത്യാനികളെ തന്നെ പോയി. കത്തോലിക്കലാണെങ്കിൽ അസാധ്യ കാര്യങ്ങൾ മധ്യസ്ഥൻ, കാണാതെ പോയ കണ്ടെത്താൻ ഒരാള്, അതിനൊരാൾ ഇതിനൊരാളെന്ന് പറഞ്ഞിട്ട് തിങ്കളാഴ്ച തുടങ്ങി ശനിയാഴ്ച വരെ ഹല്ലേലൂയ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. അവരുടെ പുണ്യാളത്തിമാരുടെ. ആമേൻ. ഞായറാഴ്ച ദിവസം മാത്രം പിന്നെ പൊതുവെ എല്ലാവർക്കും ചർച്ച പോകേണ്ട സൺഡേ, അല്ലെങ്കിൽ ഇപ്പൊ സൺഡേ കൂടെ ചിലപ്പോൾ ഒരാളെ കൂടെ അവരെ അസൈൻ ചെയ്ത് വെച്ചാൽ ഇനിയിപ്പോ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. പണ്ടൊക്കെ ഞാനും 2016 ഞാൻ വിശ്വാസം വരുന്നതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന ലിസ്റ്റാണ് ഞാനീ പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പം അവിടെ അത് കഴിഞ്ഞതിന് ശേഷം അവിടേക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ഓരോരുത്തരുണ്ട്. പക്ഷേ ഞാൻ പറയാം, സർവത്തിന്റെ അധിപതിയായവൻ, സർവത്തെയും ചമച്ചവൻ, സർവശക്തനായവൻ, സർവ അധികാരിയായവൻ ഒരേ ഒരു ദൈവമുള്ള അത് കർത്താവ് യേശുക്രിസ്തു. അതുകൊണ്ടാണ് ആർക്കും വിടുവിക്കാൻ പറ്റാത്ത കേസ് കെട്ടിലൊക്കെ വരുമ്പോ കർത്താവിനെ വിടുവിക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ. അവിടെ സബ്ബായിട്ടൊക്കെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മൾ മരുഭൂമി യാത്ര നോക്കിയാൽ മതി. ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ യാത്ര ചെയ്തപ്പോ അവർക്ക് മന്ന കൊടുത്തു, കാടപ്പശി കൊടുത്തു, വെള്ളം കൊടുത്തു, ശത്രുക്കളെ
സംഭരിച്ചു, ഹാലലിയ, കടലിനെ പൂജിച്ച്, ഇങ്ങനെയൊക്കെ എന്തെല്ലാം എരിഹോ മതിൽ താഴെ ഇങ്ങനെ സകലതും ഉടനെ ചെയ്ത ഒരേ ഒരു ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് ഓരോന്നിനും ഓരോ ആൾക്കാരെ വിട്ടതൊന്നുമില്ല, ഹാലലിയ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ദൈവത്തിന്റെ ശക്തിയും മഹത്വവും അറിയാവുന്നതുകൊണ്ടാണ് പലരും പറയുന്നത് അവിടെ പോയി നടന്നില്ല, ഇവിടെ പോയി നടന്നില്ല. പക്ഷെ എങ്ങനെയാണെങ്കിലും അവർ കർത്താവിലേക്ക് വരുന്ന അവരുടെ പ്രശ്നത്തിലൂടെയാണ്, ഹാലലിയ. അപ്പൊ അവിടെയൊക്കെ അവർ കണ്ട്. പക്ഷെ ഇവര് കണ്ടെത്തിയ ആൾക്കാര്, അത് ചില ആൾക്കാർ പറയും ജോലി കിട്ടാൻ വേണ്ടി യേശുവിന്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാര്, അവരുടെ ഇമ്പോർട്ടൻസ് ജോലി, അവർ യേശു അല്ല. പിന്നീട് കണ്ടുകൊണ്ടില്ലേ അവരുടെ ജോലി അവരിങ്ങനെ വിഗ്രഹം പോലെ കൈ പിടിച്ചോണ്ടേയിരിക്കും, അത് വിട്ടിട്ടൊരു കളിയില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേല് യഥാർത്ഥമായി യേശുവിനെ കണ്ടുകൊണ്ട് യേശുവിനെ കാണുമെന്ന് വിചാരിച്ചു യേശുവിന്റെ മുഖം അന്വേഷിച്ച് വരുന്നവരാണ് അവിടെ യേശുവിന്റെ മുഖത്തിനുള്ള പ്രാധാന്യം കിട്ടുക, സ്നേഹത്തിൽ നമ്മളായിരിക്കുന്നത്, ഹാലലിയ. മറ്റുള്ളവരൊക്കെ വേറെ എന്തിനാണ് വരുന്നത് വെച്ചാൽ അതായിരിക്കും അവരുടെ ഹൃദയത്തിൽ വിഗ്രഹമായി കിടക്കുന്നത്. കുഞ്ഞുങ്ങളില്ലാത്തൊരു കുഞ്ഞുങ്ങൾ ഇങ്ങനെ പലതിലും വരും. പക്ഷെ അവിടെ വരുന്നിടത്ത് തന്നെ അവര് ആ വരുന്നത് മുഖാന്തരം എന്താണേലും ആ മുഖാന്തരത്തെ അല്ല അത് നൽകുവാൻ കഴിവുള്ളവനെ സ്നേഹിക്കണമെന്നുള്ള രീതിയിലൊക്കെ ടേൺ ചെയ്യാത്തതുകൊണ്ട് പലരുടെ ഹൃദയം അവിടെ സ്റ്റക്കായി കിടക്കുന്നത്. പക്ഷേ ഇതിലൂടെ ദൈവം എങ്ങനെയാ വെച്ചാൽ ഈ ഒരു വഴിയിലൂടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഇവരെ അടുപ്പിക്കുന്നതാണ് ഹാല ദൈവം ചെയ്യുന്നതെങ്കിൽ ആ വരുമ്പോഴത്തേന് ഇവർ പലപ്പോഴും വഴിയെ പിടിച്ചോണ്ടിരിക്കുക, ഹാലലിയ. ആ വന്ന് നിൽക്കുന്ന വഴിയായവനെ അങ്ങോട്ട് മറന്നു വെച്ച് പിടിച്ചോണ്ടിരിക്കുക, ഹാലലിയ. അതിലേക്ക് പോകരുത്, ഹാല. ഇവിടെ നമ്മൾ കാണുന്ന ഇവരെ ഓരോരുത്തരെയും നമ്മൾ അപ്പോസ്തലപ്രവൃത്തി മൊത്തം ഒരിടയ്ക്ക് നമ്മൾ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ധ്യാനിച്ച ഭാഗമാണ്. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആരും പട്ടുമത്തെ കടന്നവരല്ല. കർത്താവിന്റെ വാക്ക് കേട്ടും കർത്താവിനെ വിളിച്ച് വേർതിരിച്ചവരാരും, പക്ഷേ അവര് ആ കഷ്ടതയിൽ കൂടെയും, ഹാലലിയ, അതിലൂടെ പോയപ്പോഴൊന്നും അതൊന്നും അവരെ തൊടാൻ സാധിച്ചിട്ടില്ല. കാരണം കർത്താവ് ഏൽപ്പിച്ചതാണ്. ശലോമോൻ പണിഞ്ഞത്, ആമേൻ, ദാവീദിന്റെ ഹൃദയപ്രകാരം ദാവീദ് ദൈവത്തിന് ആലയം പണിയണമെന്ന് പറഞ്ഞു വർഷങ്ങളെടുത്ത് 40 years എന്തോ എടുത്ത് പണിഞ്ഞ ആലയം, ഹാലലിയ, കല്ല് ശേഷിക്കാതെ പോകുമെന്ന് പറഞ്ഞതുപോലെ തകർന്നു പോയെങ്കിൽ, ഹാലലിയ. പക്ഷേങ്കിൽ ഇന്ന് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പത്രോസിന്റെ അടുക്കിലേക്ക് പറഞ്ഞു, ഈ പാറമേൽ നീ എന്റെ സഭയെ പണിയുമെന്ന്. കർത്താവ് യേശു ക്രിസ്തു പണിഞ്ഞ പാറമേൽ പണിഞ്ഞ സഭയെ, ഇങ്ങനെ പല രീതിയിലുള്ള ആൾക്കാർ എത്രയൊക്കെ ചെയ്യുന്നവരെ ഇന്ന് സഭയ്ക്കുള്ളിൽ നിൽക്കുന്നവരെ പലരെ പോലും പിശാചി കയ്യിലെടുത്തുകൊണ്ട് തകർക്കാൻ നോക്കിയാൽ തകർക്കാൻ കഴിയത്തില്ല. കാരണം ഇതിന് അടിസ്ഥാനം ഇട്ടത് ആരാന്ന് ചോദിച്ചാൽ പത്രോസ് അല്ല. അതിന് അടിസ്ഥാനം ഇട്ടത് ക്രിസ്തു എന്ന പാറമേലാണ്. ആ പാറമേൽ അടിസ്ഥാനമിട്ട് എത്ര കർത്താവ് ക്രിസ്തു പാറമേൽ അടിസ്ഥാനമിട്ട് ഒരു വീടിനെ കുറിച്ച് പറയുന്നുണ്ട്. എത്ര വലിയ കാറ്റടിച്ചാലും തിരമാല തിരമ്പി വന്നാലും അതിനെ തകർത്ത് കളയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ ഈ ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ട്, ഹാലലിയ, ആമേൻ, ഈ നമ്മുടെ സഭയെ തകർത്ത് കളയാൻ ആർക്കും കഴിയത്തില്ല, ഹാലലിയ. കാരണം അവിടെ എന്ന് വെച്ചാൽ കർത്താവ് യേശു ക്രിസ്തു തുടങ്ങി വെച്ചത്. ഇവിടെ നമുക്ക് പലപ്പോഴും ഇന്ന് സഭയെ ദുഷിക്കുന്നതാക്കി മാറ്റുന്നത്, സഭ, ഹാലലിയ, സഭയെ കുറിച്ച് ആൾക്കാരെ കളിയാക്കിയും ഒക്കെ പറയാൻ കാരണമാക്കി മാറ്റുന്നതിന് കാരണം നമുക്ക് നല്ല ഉപദേശം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഉപദേശം വേണം നമ്മുടെ പ്രാർത്ഥനയ്ക്കും വേണം. അപ്പൊ ഇവിടെ കർത്താവ് യേശു ക്രിസ്തു തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഒരു വാതിൽ കർത്താവ് തുറന്നു വെച്ചിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ എല്ലാവരും പറഞ്ഞ് ഇത് ധ്യാനിക്കാറുണ്ട്. നീ എന്റെ വചനം കാത്ത്, ഇവിടെ ഇതാ ഞാൻ നിനക്ക് മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ള നീ എന്റെ വചനം കാത്തിന്റെ നാമം നിഷേധിച്ചിട്ടില്ല. ഇവിടെ പറയുന്ന ഫിലോദെൽഫ്യയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കുള്ളവനായി ആരും അടയ്ക്കാതെ തുറക്കുകയും ആരും തുറക്കാതെ അടയ്ക്കുകയും ചെയ്യുന്ന അരുളി ചെയ്യുന്നത്, ഹാലലിയ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്നത്. അപ്പൊ ഇവിടെ പറയുന്ന ആരെ? വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവനായ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുക, ആരും തുറക്കാൻ അടയ്ക്കുകയും ചെയ്യുന്ന അരുളി ചെയ്യുന്നത്. അപ്പൊ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനാണ്, ഹാലലിയ. അപ്പൊ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ തുറന്നതാണ്, ഹാലലിയ, ആമേൻ, ഈ നമ്മുടെ ദൈവസഭ എന്നുള്ളത്, ക്രിസ്തുവിന്റെ സുവിശേഷം എന്നുള്ളത്, ഹാലലിയ. അതിനടിസ്ഥാനമിട്ട് ക്രിസ്തു എന്ന പാറമേൽ തുറന്നത് പത്രോസ് അല്ല തുറന്നത്, ഹാലലിയ, കർത്താവ് യേശു ക്രിസ്തു തുറന്നതാണ്. കാരണം ആ യേശു ക്രിസ്തുവിന്റെ പ്രത്യേകതയാണ് ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ. കർത്താവ് യേശു ക്രിസ്തു ഒരു വാതിൽ തുറന്നാൽ അതടയ്ക്കാൻ ആർക്കും കഴിയില്ല. ഒരു വാതിൽ അടച്ചാൽ അത് തുറക്കാൻ ആർക്കില്ല. അപ്പൊ ഈ വാതിൽ തുറന്നത് കർത്താവ് യേശു ക്രിസ്തു. പിന്നെന്താ? നമ്മുടെയൊക്കെ കയ്യിലേക്ക് നമ്മളൊക്കെ പറയുന്ന കണക്ക്, അയ്യോ എനിക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞൂടാ സിസ്റ്ററെ, എനിക്കത് ചെയ്യാൻ അറിയത്തില്ല. അപ്പൊ കർത്താവ് പറയുന്നത്, നിനക്ക് അല്പമേ ശക്തി ഉള്ളെങ്കിൽ നീ അതൊന്നും വിഷയാക്കണ്ട. നിന്റെ ശക്തി എനിക്ക് വേണ്ട, നിന്റെ കഴിവ് എനിക്ക് വേണ്ട.
ഹാലേലിയ. കാരണം ഈ തുറന്നു വെച്ചിരിക്കുന്ന ഞാനാ തുറന്നതെങ്കിൽ നീ അതിനകത്തോട്ടൊന്ന് കയറി നിന്നാ മതിയെന്നേ. കാരണം ഞാൻ തുറന്നത് അടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. അപ്പൊ അവിടെ നിനക്ക് ശക്തിയില്ല, നിനക്ക് ബലമില്ല എന്നൊന്നും പറഞ്ഞ് നീ മാറി നിൽക്കണം. ഞാൻ വെളിപ്പാട് പുസ്തകം പറയാൻ വേണ്ടിയിട്ടല്ല എടുത്തത്, ഞാൻ ആ ബാക്കി നടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിനക്ക് അവിടെ മാറി നിൽക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും ഇന്ന് നമുക്ക് ശക്തിയില്ല, നമുക്ക് ശക്തിയില്ലെങ്കിൽ ശക്തി തരുവാൻ കഴിവുള്ളവന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി. അതുകൊണ്ട് അപ്പോസ്തലൻ യേശു കർത്താവ് പറയുന്നത്, നിങ്ങൾ ശക്തി ധരിക്കുവോളം ഈ ശക്തി നമുക്ക് തരാം. നിങ്ങൾ നിങ്ങൾക്ക് തരുന്ന ശക്തി നിങ്ങൾ ഉപയോഗിക്കും തോറും വീണ്ടും വീണ്ടും ശക്തി നമ്മളിലേക്ക് പകരപ്പെടും. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ പലപ്പോഴും നമുക്ക് ലഭിക്കാത്തതിന്റെ കാര്യം എന്താണെന്നറിയാമോ? തന്നത് ഉപയോഗിക്കാത്തണ്ടാ. നമുക്ക് എങ്ങനെയാ ഒരു കാര്യം എടുക്കാനൊക്കെ, ഇപ്പം നമ്മളൊക്കെ ചെറുതിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു 5 കിലോയുടെ ബാഗ് ഒക്കെ എടുക്കുമെന്ന് വെച്ചു. അപ്പൊ വേണ്ട, ഇവിടെ ജിമ്മിൽ പോകുന്ന ഒരാൾ ഇരിപ്പുണ്ടല്ലോ, ആ ജിമ്മിൽ പോകുന്ന ആൾക്കാരെ തന്നെ പറയും. ആദ്യം ചെല്ലുമ്പോൾ ഈ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ട്രെയിൻ ചെയ്യുമ്പം ആദ്യം 50 കിലോ എടുത്ത് കയ്യിലേക്ക് വെച്ചിരുമോ? ഇല്ല. കാരണം ആദ്യം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ 2 കിലോ ഒക്കെയാണ് വെയിറ്റ് ഒക്കെ നമുക്ക് തരുന്നത്. ആദ്യം 2 കിലോ എടുക്കും, 3 ആക്കി, 5 ആക്കി, പിന്നെ അതിങ്ങനെ കൂടി നമ്മൾ എത്രത്തോളം എടുക്കാൻ കപ്പാസിറ്റി ആകുന്ന അനുസരിച്ച് ഈ വെയിറ്റിന്റെ വെയിറ്റ് കൂടി വരും. അതിങ്ങനെ 50ആയി, 70ആയി, 60, 70, 80, 100ആയി, അങ്ങനെ വീണ്ടും ഇങ്ങനെ കൂടി. എന്താന്ന് വെച്ചാൽ ഇത് എടുക്കാൻ നമ്മൾ എത്രത്തോളം നമുക്ക് നമ്മുടെ എനർജി, നമുക്ക് തന്നേക്കുന്ന ആരോഗ്യം, ഇത്ര സ്ട്രെങ്ത്, ഇത് എത്രത്തോളം ക്യാരി ചെയ്യാൻ പറ്റുന്നതനുസരിച്ചാ പിന്നെയും ഇത് കൂട്ടുക. അതിനാണ് അവർ പോകുന്നവരൊക്കെ പ്രോട്ടീൻ അടങ്ങിയ ഫുഡൊക്കെ ഒരുപാട് കഴിക്കുക, അത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എന്റെ മേലേക്ക് എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടെന്ന് പ്രാർത്ഥന മാത്രമാണെങ്കിൽ ദൈവം അതിന് വേണ്ട ശക്തി പകരും. ഓക്കെ, എനിക്ക് പ്രാർത്ഥന മാത്രമല്ല, എന്റെ ഹൃദയത്തെ വചനം സംസാരിക്കണം തീരുമാനിക്കാൻ. വചനം സംസാരിക്കണമെങ്കിൽ മിനി PhD പോയി പഠിച്ചെന്ന് പറഞ്ഞാലും വചനം പറയാൻ പറ്റത്തില്ല ശരിയായ രീതിയിൽ. കാരണം വചനം പറയണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ശക്തി ഇല്ലാതെ, അഭിഷേകം ഇല്ലാതെ വചനം പറയാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ തിരിച്ചറിഞ്ഞിട്ട കാര്യമാണ് ഞാൻ പറയാം. അപ്പം നമ്മൾ കർത്താവെ എനിക്ക് വചനം സംസാരിക്കണം, അല്ലെങ്കിൽ ദൈവത്തിന് പ്രയോജനപ്പെടണം പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ഒരു കുഞ്ഞു സംഭവമൊക്കെ തന്നു നോക്കും ദൈവം. നീ പറയുന്നുണ്ടോ, നീ ഇത് ഉപയോഗിക്കുന്നുണ്ടോ, നിനക്ക് തരുന്നത് നീ പൂട്ടി വെച്ചിട്ട് എല്ലാം കിടന്ന് ഉറങ്ങാനാണോ, അതെങ്കിൽ ഞാൻ ആർക്കെങ്കിലും കൊടുത്തോളന്നിട്ട് അപ്പൊ നമുക്ക് അതിന് വേണ്ടുന്നൊരു കുറച്ച് പവർ തരും. അത് കഴിയുമ്പോഴേ നമ്മള് നമുക്ക് ഇത് പോരാ, കർത്താവ് അടുത്ത് വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ പറയാൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെ നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം വരുന്നു, അതനുസരിച്ച് ദൈവം ഇങ്ങനെ തരാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പൊ പറയണ എനിക്ക് അധികം ശക്തി ലഭിക്കുന്നില്ല സിസ്റ്റർ എന്ന് പറഞ്ഞെങ്കിൽ അതിന് ഒറ്റ കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കുഴപ്പമല്ല, ദൈവത്തിന്റെ കുഴപ്പമല്ല, നമ്മുടെയാണ് കുഴപ്പം. മോനെ നിനക്കത് കിട്ടിയിട്ട് എന്തിനാ? അതുകൊണ്ട് എനിക്കടന്ന് ഉറങ്ങാനാ എന്ന് പറഞ്ഞാല് ആരെങ്കിലും തരുമോ എന്തെങ്കിലും ഒരു കാര്യം? അപ്പൊ എനിക്ക് ഇതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് ഇതുകൊണ്ടെന്ന് പറഞ്ഞാൽ ദൈവം ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ട ശക്തി നമ്മുടെ മേൽ പകർന്നിരിക്കും. കാരണം ദൈവം തന്നെ കർത്താവ് യേശു ക്രിസ്തുവിനെ ബലവാനെ പിടിച്ചു കെട്ടണമെങ്കിൽ കെട്ടിച്ച് കെട്ടാതെ അവന്റെ കോപ്പ് കവരാൻ കഴിയില്ല. അപ്പൊ ബലവാനെ പിടിക്കണം. ബലവാൻ എന്ന് ഉദ്ദേശിച്ചത് ദൈവത്തെ അല്ല, അവിടെ പിശാചിനെ തന്നെ ബലവാൻ എന്ന് ഉദ്ദേശിച്ചത്. നമ്മുടെ മുമ്പിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ബലവാനായ ശത്രുവിനെ കീഴടക്കണമെങ്കിൽ അവനെക്കാട്ടി ബലം നമുക്ക് ഉണ്ടായാലേ അത് പറ്റത്തുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു രോഗാത്മാവ് പുറത്തു പോകട്ടെ എന്ന് പറയുമ്പോൾ അത് പോകണമെങ്കിൽ കേൾക്കുന്നവനെക്കാട്ടി പവർ ഉണ്ടായിരിക്കണം. പല പാസ്റ്റർമാരൊക്കെ എപ്പോഴും പറയും, നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കയറിയിട്ട് SIയോട് ചെന്നിട്ട് അകത്ത് കിടക്കുന്ന ആളെ പുറത്തേക്ക് ഇറക്കി വിടണം പറയെങ്കിൽ അവിടെ ചെന്ന് പറയുന്നത് ഞാൻ അതിനെക്കാട്ടി പവർ ഉള്ളവനല്ലെങ്കിൽ നമ്മളും കൂടെ ചിലപ്പോൾ കയറി അകത്ത് കിടക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പവർ ഉണ്ടായിരിക്കണം. ഈ പവർ എന്തിനു തരുന്ന വെച്ചാൽ ഈ പവർ ഇതൊരു അതോറിറ്റിയാണ്. ഈ അതോറിറ്റി എപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് തരുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ അധികാരങ്ങളുണ്ടല്ലേ? അതുപോലെ അന്ധകാര മണ്ഡലത്തിലുമുണ്ട് അധികാരങ്ങളുണ്ട്, വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ അതിന്റെ മീതെ കയറിയിട്ട് അതിനെയൊക്കെ ആ അതോറിറ്റി ഇല്ലാതാക്കണ ക്യാൻസൽ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പലരെയും അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ പലരും IG റാങ്കിങ് വരെയുള്ള ആൾക്കാരുണ്ട്.
അപ്പൊ ഓരോ ആൾക്കാരുടെ അതോറിറ്റി അനുസരിച്ചാണ് അപ്പുറത്തുനിന്ന് വരുന്ന ഓപ്പോസിറ്റ് അറസ്റ്റ് ചെയ്യാൻ വരുന്നവരുടെ അതോറിറ്റി ഏതാണ്. ഇനി ഇതിലൊക്കെ അപ്പുറമായിട്ട് നിൽക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ജഡ്ജിമാരെ കൊണ്ട് കഴിയും. ഈവൻ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് വരെ അറസ്റ്റ് ചെയ്യാനുള്ള പവർ കൊടുത്തിട്ടുണ്ട്. കാരണം ഏത് അതോറിറ്റി ഉള്ളവനെയാണോ അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് അനുസരിച്ചിരിക്കും ഈ ഏത് അധികാരമുള്ള ഏത് അതോറിറ്റി ഉള്ളവരാണോ ഇതിന് വരേണ്ടത് എന്നുള്ളത്. ഒരു സാധാരണ ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ ഒരു പോലീസുകാരൻ ചെന്നാൽ മതി. കുറച്ചുകൂടെ ഇത്തിരി ആൾക്കാരൊക്കെ SI ചെല്ലും, പിന്നെ CIA, പിന്നെ നമ്മൾ പറയുന്ന കണക്ക് SP, IG വരെ ആ ലെവലിലേക്കുള്ളവരെ എല്ലാവരെയും ചെന്ന് എല്ലാവർക്കും അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മ ശക്തി നമ്മൾ ക്യാരി ചെയ്യും. നമ്മളിലുള്ള അധിക അതോറിറ്റി, ഹല്ലേലൂയ, ഈ ശക്തി, അഭിഷേകം നമ്മളിലേക്ക്, ഈ അഭിഷേകം നമ്മൾ വരുന്ന വെറുതെ അല്ല, ഇത് അധികാരമാണ്. ഈ അധികാരം നമ്മൾ എത്രത്തോളം പ്രാപിക്കുന്ന അനുസരിച്ചിരിക്കും നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ശത്രുവിനെ എത്രത്തോളം ഏതൊക്കെ ബലമുള്ളവനെ നമുക്ക് കീഴടക്കാൻ പറ്റുമെന്നുള്ളത്. ഒരാകപ്പാട് ഒരു കോൺസ്റ്റബിളിന്റെ പവറും വെച്ചിട്ട് ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞ് പണി കിട്ടും എന്ന് പറയുന്നത് പോലെ ഇന്ന് നമ്മൾ മേൽ പ്രാപിച്ചിരുന്ന അഭിഷേകം, അധികാരം, ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് നമ്മൾ എങ്ങനെ കിട്ടുന്ന വെച്ചാൽ ഇത് നമ്മൾ ഉപയോഗിക്കും തോറും ഇതിന്റെ ഗ്രേഡ് വർദ്ധിച്ച് വരും എന്ന് പറഞ്ഞ പോലെ ഈ അതോറിറ്റി നമ്മളിലേക്ക് വരും. ഞാൻ ഇന്ന് പറഞ്ഞു വന്ന വചനഭാഗം എല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്ത് നിങ്ങൾ നോക്കണം. ആലയം പണിയാനായിട്ടാ നമുക്കിത് തന്നേക്ക്. ദൈവസഭ പണിയാൻ വേണ്ടിയിട്ടാ, ദൈവസഭയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ടാ. ഇത് എത്രത്തോളം നമ്മൾ ഇത് ഉപയോഗിക്കുന്നു എന്നനുസരിച്ച് ഇത് എത്രത്തോളം നമ്മൾ എന്തൊക്കെ ചെയ്യാൻ നമ്മൾ ഉള്ളിൽ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചിട്ട് ഇത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് അപ്പൊ പരിശുദ്ധാത്മ ശക്തി നമ്മളിലേക്ക് ഒരു പരിധി കഴിഞ്ഞ് ആത്മശക്തി പ്രാപിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ആരെങ്കിലും സിസ്റ്റർ എനിക്ക് അത് കിട്ടുന്നില്ല, ഇത് കിട്ടിയിട്ടില്ല, ഞാൻ ആഗ്രഹിക്കുന്നു, എന്തുകൊണ്ട് അത് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു കാരണമാണ് ഞാനിപ്പോ പറഞ്ഞത്. ആ സ്ത്രീസ്തന്നെ നിങ്ങൾ ഇന്ന് ദൈവസന്നിധിയിൽ നിങ്ങൾ ദൈവമായിട്ട് ആ വിഷയത്തിൽ നിരപ്പ് പ്രാപിക്കുക. കർത്താവ് എനിക്ക് തന്ന ഞാൻ ഉപയോഗിച്ചോളാം, ഞാൻ പോയിടാം, ഞാനത് ചെയ്തോളാം. യെശയ്യാ പ്രവാചകൻ ഒരു വെളിപ്പാടുണ്ടായിട്ട് യെശയ്യാ പ്രവാചകൻ ആ ദർശനം കണ്ട ദിവസം സ്വർഗ്ഗത്തിൽ നിന്ന് ശബ്ദം കേട്ട് ഞാൻ ആര് അയക്കേണ്ടി എന്ന് ചോദിച്ചപ്പോ അടിയനെ അയക്കണമേ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ വായിക്കാറുണ്ടല്ലേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം. അവിടെ നമ്മൾ യെശയ്യാ പ്രവാചകൻ 1 തുടങ്ങി 5 വരെ വായിക്കുന്നത് നമ്മൾ 6-ാം അധ്യായത്തിൽ ഈ സംഭവത്തിന് ശേഷമുള്ള യെശയ്യാ പ്രവാചകനെ നമ്മൾ ആ പ്രവചന ശബ്ദമായിട്ട് വായിൽ നിന്ന് വന്നത് ഇന്ന് വരെ ലോകം പ്രവചിക്കാൻ ധൈര്യപ്പെടാത്തതും ആ പ്രവചനങ്ങളെല്ലാം ഏകദേശം സകല നിവർത്തിയായ പ്രവചനങ്ങളുമാണ്. അങ്ങനെ അത്രത്ര ആക്യുറേറ്റ് ആയിട്ട് കന്യഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന് പോലും എഴുതാനായിട്ട് അത്രത്തോളം ധൈര്യത്തിന്റെ ഒരു ആത്മാവിനെ പകർന്ന് ദൈവം അത്ര ആക്യുറേറ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും യേശുക്രിസ്തുവിന്റെ ജനനം മാത്രമല്ല ക്രൂശുമരണവും സകലതും വർണ്ണിച്ച് കൃത്യമായിട്ട് അതിനകത്ത് ഒരു മനുഷ്യനെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ എഴുതാൻ കഴിഞ്ഞ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ആരെ അയക്കേണ്ടി എന്ന് ചോദിച്ചപ്പോ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞൊരു സമർപ്പണം. അത് സ്വർഗം കണ്ട് സ്വർഗം അതിനുവേണ്ടി വേർതിരിക്കും നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെയൊക്കെ അടുത്ത് ദൈവം പലപ്പോഴും ചോദിക്കും ഞാൻ ആരെ അയക്കേണ്ടു, എനിക്ക് വേണ്ടി ആര് പോകുമെന്ന് ചോദിക്കുമ്പോൾ നമുക്കും അതുപോലെ അടിയനെ അയക്കണമേ എന്നൊരു സമർപ്പണം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകുകയാണെങ്കിൽ, അതിനുവേണ്ടി നമ്മൾ ഒരുക്കപ്പെടുകയാണെങ്കിൽ, അതിനുവേണ്ടി പൂർണ്ണ ഹൃദയത്തെ നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ, ഞാൻ പറയാം ഇന്ന് വരെ നമ്മൾ പ്രാപിക്കാത്ത ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ പകരും. അത് കർത്താവ് എന്തുകൊണ്ടാണ് പകരുന്നത് വെച്ചാൽ ഇത് നമുക്ക് കൂട്ടിക്കെട്ടി വെച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല പകരുന്നത്, ദൈവരാജ്യത്തിന് വ്യാപാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പകരുന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ യഥാർത്ഥ ഹൃദയത്തോട് നിന്ന് സമർപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിന് സമർപ്പിക്കുക. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ ഇന്ന് നിറയപ്പെടാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ആഗ്രഹിക്കണം. അതിനുവേണ്ടി സമർപ്പിക്കുമ്പോൾ നമ്മൾ ദൈവമായിട്ട് ഒരു ഉടമ്പടിയായി ചെയ്യുന്നത്. ഈ ഉടമ്പടി നമുക്ക് ക്യാൻസൽ ചെയ്ത് മാറ്റിവെക്കാനുള്ളതല്ല, അത് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ആ ഉടമ്പടി നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾ ആരുമായിട്ട് ഉടമ്പടി ചെയ്യുന്നതല്ല, ഒരു ബോധം നമുക്കുണ്ടാണ്. കാരണം നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് ചിന്തിക്കാൻ പോകുന്ന എന്താണെന്നറിയുന്ന ചിന്തനങ്ങളെ പോലും വിവേചിക്കുന്ന സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്ന ആ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുന്ന അത് നമ്മൾ മറന്നു പോകരുത്. അത് ദൈവസന്നിധി നമ്മൾ നമ്മുടെ നിഷ്കളങ്ക ഹൃദയത്തോട് പരമാർത്ഥ ഹൃദയത്തോട് ദൈവസനെ ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ്.